ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു അൺ അക്കാഡമി. നമ്മൾ ഇന്ന് വന്നത് നമ്മുടെ മോക്ക് ടെസ്റ്റ് 3യുടെ കെമിസ്ട്രിയുടെ സൊല്യൂഷനുമായിട്ടാണ്. നമ്മളൊക്കെ കാത്തിരിക്കുന്ന നമ്മുടെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് നമ്മളിങ്ങനെ അല്ലേ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ ഹാപ്പി ആവുക, സന്തോഷത്തോടെ എക്സാം എഴുതുക, നമുക്ക് അനുകൂലമാവും എന്നാദ്യമായിട്ട് കുട്ടികളോടൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ മോക്ക് ടെസ്റ്റ് 3 അല്ലേ, നിങ്ങൾ എക്സാമൊക്കെ എഴുതി ഇരിക്കുകയായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ സൊല്യൂഷൻസ് കുട്ടിയൊക്കെ വളരെ ആവശ്യമുണ്ടാവും. സോ നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 46th വോളിയം ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി ബേൺ 6 gram of carbon into carbon dioxide at STP will be. ബേസിക് കോൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെ ചെയ്യാം? ആദ്യം തന്നെ റിയാക്ഷൻ ഒന്ന് എഴുതണം അല്ലേ. കാർബണിനെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കല്ലേ. അപ്പോൾ C+O2 ഗീവ് CO2 അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ്. കാർബൺ എത്ര ഗ്രാമാന്ന് അവർ പറഞ്ഞത്? 6 ഗ്രാമാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം കാർബൺ സാധാരണ 12 ഗ്രാമാണ്. 1 മോൾ എന്ന് വെച്ചാൽ 12 ഗ്രാമാണ് അല്ലേ. അപ്പോൾ 1 മോൾ ആണെങ്കിൽ ആരുമായിട്ടുള്ള റിലേഷനാ പറഞ്ഞത്? കാർബണും അതുപോലെ തന്നെ ഓക്സിജനുമായിട്ടുള്ള റിലേഷനാ ചോദിച്ചത്. ആരുമായിട്ടാ അല്ലേ? സ്റ്റോഷിയോമെട്രി ആൻഡ് സ്റ്റോഷിയോമെട്രി കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് എന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നത്. സോ ഇത് 1 മോൾ ഓക്സിജൻ ആണല്ലോ അല്ലേ. 12 ഗ്രാം കറസ്പോണ്ടിങ് 1 മോൾ ഓക്സിജൻ ആണെങ്കിൽ 1 മോൾ ഓക്സിജന്റെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. കാരണം അവർ ചോദിച്ചത് STPയിലുള്ള വോളിയം. ഓപ്ഷൻ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം വോളിയം ആണ് ചോദിച്ചത്. അപ്പോൾ 12 ഗ്രാം കറസ്പോണ്ടിങ് 22.4 ആണ്. അപ്പോൾ അതിന്റെ നേരെ പകുതി 6 ഗ്രാം ആണ് ചോദിച്ചത്. അപ്പോൾ 6 ഗ്രാം കറസ്പോണ്ടിങ് എത്ര ഉണ്ടാവും കുട്ടികളെ? 11.2 ലിറ്റർ ഉണ്ടാവും. കറക്റ്റ് അല്ലേ? സോ 1 മോളിന് 1 മോൾ കറസ്പോണ്ടിങ് ആണ്. അപ്പോൾ അതിന്റെ GM എന്ന് പറഞ്ഞ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ഗ്രാം കറസ്പോണ്ടിങ് 22.4 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 6 ഗ്രാം കറസ്പോണ്ടിങ് എത്ര എന്നാ ചോദ്യം? 11.2. വളരെ ക്ലിയർ ആണ്. ഇതുപോലെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും കുട്ടികൾ ചെയ്യാൻ കഴിയണം. സാധ്യത ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ 47ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എംപിരിക്കൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് കണ്ടെയ്നിങ് 25% ഓഫ് എ അല്ലേ. അതിന്റെ അറ്റോമിക് മാസ് 12.5 ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് 75% ഓഫ് ബി അറ്റോമിക് മാസ് 7.5 ആണെന്ന് തന്നിട്ടുണ്ട്. അതിന്റെ എംപിരിക്കൽ ഫോർമുല എന്താണ് അല്ലേ? ബേസിക് തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ കുറെ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒബ്ജക്റ്റീവ് സ്റ്റുഡൻസ് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാണ് വേണ്ടിയത് അല്ലേ. അപ്പൊ എ ഉണ്ട്, ബി ഉണ്ട്, 2 ആളാണുള്ളത്. എയുടെ പെർസെൻറ്റേജ് 25% ആണ് എ തന്നത്, മറ്റേത് എത്ര? 75% ആണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യുക? ഇപ്പൊ തന്ന പെർസെൻറ്റേജിനെ അല്ലെ തന്ന റേഷ്യോനെ നമ്മൾ എന്ത് ചെയ്യണം? GM മോളിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെ. GM ഓർ GMM കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ GM അറ്റോമിക് മാസ് തന്നിട്ടുണ്ട് 12.5 ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 12.5 എന്നുണ്ടാവും. ഇനി 75 എന്ന് പറയുന്ന ആളുടെ ഗിവൺ മാസ് ആക്കി എടുക്കുകയാണെങ്കിൽ, ആ പെർസെൻറ്റേജിനെ മാസ് ആക്കി എടുക്കുകയാണെങ്കിൽ 7.5 ആണ് അതിന്റെ അറ്റോമിക് മാസ് എന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ മോള് കണ്ടുപിടിക്കണമെങ്കിൽ ഗിവൺ പെർസെൻറ്റേജിനെ അല്ലെങ്കിൽ ഗിവൺ മാസിനെ GAM കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മോള് കിട്ടും. അപ്പോൾ ഇത് എത്ര ഉണ്ടാവും? 2 ഉണ്ടാവും. ഇത് എത്ര ഉണ്ടാവും കുട്ടികളെ? 10 ഉണ്ടാവും. ശരിയല്ലേ? 75/7 10 ഉണ്ടാവും. അപ്പൊ ഇതിൽ അടുത്തത് ലോസ്റ്റ് അല്ലേ. എംപിരിക്കൽ ഫോർമുല ഇസ് ദ സിംപ്ലസ്റ്റ് റെപ്രസെന്റേഷൻ എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇതിൽ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ കുട്ടികളെ. അപ്പൊ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ 1:5 റേഷ്യോയിലാണ് ഉണ്ടാവും അല്ലേ. അങ്ങനെ വേഗം ചെയ്താൽ മതി. 1:5 റേഷ്യോ. സോ A1 B5 എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ. AB5 എന്ന് പറഞ്ഞ ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. ഈസി ആണല്ലോ, എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. യെസ്. 48ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഹൗ മെനി ഇലക്ട്രോൺസ് ഇൻ സോഡിയം ആറ്റം ഹാവ് ML = 0 എന്നാണ് അല്ലേ. ML എന്ന് പറയുന്നത് അത് ഏത് ടൈപ്പ് ക്വാണ്ടം നമ്പറാ ചോദിച്ചത്? ML ശരിക്കും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ് അല്ലേ. ML മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്, =0 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ പ്രിൻസിപ്പൽ ഉണ്ട്, സ്ട്രക്ചർ ഓഫ് ആറ്റത്തേക്ക് കയറിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ. സ്ട്രക്ചർ പ്രിൻസിപ്പൽ ഉണ്ട്, അസിമുത്തൽ ഉണ്ട്, മാഗ്നറ്റിക് ഉണ്ട്, സ്പിൻ ഉണ്ട് അല്ലേ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ 0 ഉള്ളത് എന്നാ ചോദ്യം അല്ലേ. അപ്പൊ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ 0 ആവാന്ന് വെച്ചാൽ കുട്ടിയൊക്കെ ഏതൊക്കെ ചാൻസ്? സോഡിയത്തിന്റെ ചോദ്യം അല്ലേ. അപ്പൊ ആദ്യം തന്നെ എക്സാമ്പിൾ എന്ത് ചെയ്യുക? സോഡിയത്തിന്റെ ആറ്റമിക് നമ്പർ 11 ആണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s1 ആണ്. കുട്ടിക്കൊക്കെ അറിയാം. സോ ആദ്യം തന്നെ ടോട്ടൽ ഹൗ മെനി ഇലക്ട്രോൺ, വാലൻസ് ഇലക്ട്രോൺ ഒന്നും ചോദിച്ചില്ല, ഹൗ മെനി ഇലക്ട്രോണാ. അപ്പൊ എല്ലായിടത്തും ഈ ML 0 ഉള്ളത് സെലക്ട് എടുക്കണം അല്ലേ. ഓക്കെ, കുട്ടിയൊക്കെ അറിയാം N നമുക്ക് വേണ്ട, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഒഴിവാക്കാം. അസിമുത്തൽ ക്വാണ്ടം നമ്പർ L
ഏതാവുമ്പോഴാണ് അല്ലേ എല്ല് 0 വരുമ്പോൾ അത് ഏതായിരിക്കും എസ് ആയിരിക്കും ശരിയല്ലേ എസ് ഓപ്ഷനില്ല എന്ന് കുട്ടിക്ക് ഓർമ്മയുണ്ട് അപ്പൊ എല്ലിന് 0 ആണെങ്കിൽ എമ്മിന്റെ വാല്യൂസ് ഏതാ വരിക -L/+ L അല്ലേ വാല്യൂസ് അല്ലേ എമ്മിന്റെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ M ഈസ് ഈക്വൽ ടു -L/+ L ആണെന്ന് കുട്ടിക്കൊക്കെ അറിയാം അപ്പൊ -0 to +0 എന്ന് വെച്ചാൽ 0 മാത്രമേ ഉള്ളൂ അല്ലേ അപ്പൊ M 0 ആണെങ്കിൽ അത് എസ്സിനൊക്കെ M എപ്പോഴും എന്തായിരിക്കും 0 ആയിരിക്കും അല്ലെ ഉറപ്പാണ് എസിന്റെ എസ് സബ്ഷെല്ലിന്റെ എം വാല്യൂ എപ്പോഴും 0 ആയിരിക്കും കാരണം -L to +L എന്ന് വെച്ചാൽ -0 to +0 0 ഉള്ളൂ അപ്പോൾ 1s എന്ന് പറയുന്നത് ML 0 ആയിരിക്കും സോ അവിടെ എത്ര ഇലക്ട്രോൺ ഹൗ മെനി ഇലക്ട്രോൺ എന്നല്ലേ ചോദ്യം എസ്സിലൊക്കെ നമുക്ക് ടോട്ടൽ കൗണ്ട് ചെയ്തൂടെ അപ്പോൾ അവിടെ 2 പ്ലസ് എസ്സിൽ 2 ഉണ്ട് പ്ലസ് ലാസ്റ്റ് ഒരു ഇലക്ട്രോൺ ഉണ്ട് അല്ലേ ടോട്ടൽ ഇപ്പം എത്രയായി അപ്പോൾ 2 2 4 1 5 ഇലക്ട്രോൺ ആയി 5 ഓപ്ഷനിലില്ല എന്തായാലും 5 അല്ല ആൻസർ ഇനി പി ഉണ്ട് പിക്കും 2p ആണല്ലോ 2p എന്ന് പറയുന്നതിൽ പി എന്ന് പറയുന്ന ഓർബിറ്റലിന് എൽ വാല്യൂ എത്ര പിയുടെ എൽ വാല്യൂ എന്ന് പറയുന്നത് എത്ര കുട്ടികളെ പിയുടെ എൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ അപ്പൊ എം വാല്യൂ ഏതൊക്കെ വരും -1 വരും 0 വരും +1 വരും ശരിയല്ലേ -0 +1 0 -1 അത് 3 പെട്ടിയായിട്ട് PX PY PZ എന്നൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും PX PY PZ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട് അല്ലേ അപ്പൊ അതിൽ 0 എന്ന് പറയുന്നതിൽ എത്ര ഇലക്ട്രോൺ മാക്സിമം പോകും ഒരു ഓർബിറ്റലിന് മാക്സിമം എത്ര ഇലക്ട്രോൺ ഉണ്ട് 2 ഇലക്ട്രോൺ ഓൾറെഡി 6 ഇലക്ട്രോൺ അല്ലേ പിയിൽ 6 ഇലക്ട്രോൺ അല്ലേ അപ്പൊ ഇവിടെ 2 ഉണ്ടാവും ഇവിടെ 2 ഉണ്ടാവും ഇവിടെ 2 ഉണ്ടാവും +1ൽ 2 ഉണ്ടാവും ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ +1ൽ 2 ഉണ്ടാവും 0ൽ 2 ഉണ്ടാവും -1ൽ 2 ഉണ്ടാവും കറക്റ്റ് അല്ലേ PX PY PZ ടോട്ടൽ എത്ര ഉണ്ടാവും 6 ഇലക്ട്രോൺ ഉണ്ടാവും അതിൽ പിന്നെ ML = 0ൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര പറയേണ്ടേ 2 പറയേണ്ടേ അല്ലേ സോ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് 7 ഇലക്ട്രോൺ ആണ് കറക്റ്റ് ആൻസർ എസ്സിൽ ടോട്ടൽ 5 ഉണ്ടാവും പിയുടെ ഒരു ഓർബിറ്റൽ എന്ന് പറയുന്നത് പിക്ക് 3 ഓർബിറ്റലിൽ ഒരു ഓർബിറ്റൽ എന്ന് വെച്ചാൽ എൽ വാല്യൂ എം വാല്യൂ 0 ഉള്ളതുണ്ട് അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും മാക്സിമം 2 ഇലക്ട്രോൺ ഒരു പെട്ടിയിൽ മാക്സിമം 2 ഇലക്ട്രോൺ ഓർത്താൽ പോരെ അല്ലേ സോ ടോട്ടൽ 7 ഇലക്ട്രോൺ ആയിരുന്നു കറക്റ്റ് ആൻസർ ചെയ്ത കുട്ടികളെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഗുഡ് സോ 49ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഫ്രം 5th ഓർബിറ്റ് ഓഫ് He+ അയോൺ സ്പെക്ട്രം വിൽ ഹാവ് മാക്സിമം ഫ്രീക്വൻസി എന്നായിരുന്നു ചോദ്യം ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഏതിലാണുള്ളത് 5ാമത്തെ ഓർബിറ്റൽ നിന്നാണ് അല്ലേ 5ാമത്തെ അയറോ എനർജി സ്റ്റേറ്റ് എന്ന് 5th ഓർബിറ്റ് ആണെന്ന് കുട്ടിയൊക്കെ അറിയാം അല്ലേ ദെൻ അതിൽ നിന്ന് കുറെ ലോവർ എനർജി ലെവൽ ഉണ്ട് അല്ലേ ഓക്കെ 5 1 2 3 4 5 ഓക്കെ ലൈമൻ ബാമർ പാഷൻ അല്ലേ ബാമർ പാഷൻ ബ്രാക്കറ്റ് ഫണ്ട് വീണ്ടും സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് അപ്പോൾ 5th ഓർബിറ്റിൽ നിന്ന് ഏതിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും മാക്സിമം ഫ്രീക്വൻസി ഉണ്ടാവുക എന്നാണ് അത് ഫ്രീക്വൻസി ആവണമെന്നില്ല ചോദ്യം നിങ്ങൾക്ക് എനർജി ആവാം ഫ്രീക്വൻസി ആവാം വേവ് ലെങ്ത് ആവാം എന്ത് വേവ് നമ്പർ ആവാം എന്ത് ചോദിച്ചാലും കുട്ടിക്ക് ചെയ്യാൻ കഴിയണം മനസ്സിലാക്കാം അപ്പോൾ 5th ഓർബിറ്റിൽ നിന്ന് 4th ഓർബിറ്റ് ആണെങ്കിൽ ചെറിയ എനർജി ഗ്യാപ്പേ ഉള്ളൂ അല്ലേ 5th ലെവലിൽ നിന്ന് 4th എനർജി ഇവിടേക്കാണെങ്കിൽ ചെറിയ എനർജി ഗ്യാപ്പേ ഉള്ളൂ ഇവിടെ ആണെങ്കിൽ ഭയങ്കര ഫസ്റ്റിലേക്കാണ് ഭയങ്കര എനർജി കൂടുതൽ എനർജിയും ഫ്രീക്വൻസിയും തമ്മിലുള്ള ബന്ധം എന്താ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി അല്ലേ എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് ഡിസ്കണ്ടിന്യൂസ്ലി ഇൻ സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി കോൾഡ് ക്വാണ്ട എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി കുട്ടിക്കറിയാം അപ്പോൾ എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്തും ആണ് അല്ലേ അപ്പോൾ എനർജി ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് അതാണ് കീ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഫ്രീക്വൻസി ആണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആണ് അപ്പോൾ ഏറ്റവും ഫ്രീക്വൻസി കൂടുതലുള്ളവന് ആർക്കായിരിക്കും ഏറ്റവും എനർജി കൂടുതലായിരിക്കും ഏറ്റവും എനർജി ഗ്യാപ്പ് കൂടുതലുള്ള ആളെന്ന് വെച്ചാൽ 5ൽ നിന്ന് എത്രയിലേക്ക് വരണം 1ലേക്ക് വരണം പിന്നെ 5ന്ന് 2ലേക്ക് പിന്നെ 5ന്ന് 3ലേക്ക് അങ്ങനെ എനർജി ഗ്യാപ്പ് കൂടുന്നതിനനുസരിച്ച് ഫ്രീക്വൻസിയും കൂടും വേവ് ലെങ്ത് കുറയുകയും ചെയ്യും വേവ് ലെങ്ത് ആണ് ചോദ്യമെങ്കിൽ നേരെ അങ്ങ് തിരിയും 5ന്ന് 4ലേക്കുള്ളതാണ് ഏറ്റവും വേവ് ലെങ്ത് കൂടുതൽ ഉണ്ടാവുക കാരണം എനർജി ഗ്യാപ്പ് കുറയുമ്പോൾ വേവ് ലെങ്ത് കൂടുക ചെയ്യുക ഫ്രീക്വൻസി കുറയുക ചെയ്യുക എനർജി ഗ്യാപ്പ് കൂടുമ്പോൾ ഫ്രീക്വൻസി കൂടും വേവ് ലെങ്ത് കുറയുകയും ചെയ്യും ഓക്കെ മാക്സിമം ഫ്രീക്വൻസി ഏതിൽ നിന്നൊക്കെ 1ലേക്കുള്ളതാണ് അപ്പോൾ 5ൽ നിന്ന് 1ലേക്കുള്ള ഓപ്ഷൻ അല്ലേ ലൈമൺസ് ട്രാൻസിഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആയിരുന്നു കറക്റ്റ് ആൻസർ ഓക്കെ അല്ലേ യെസ്
നെക്സ്റ്റ് 50ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദി പൊസിഷൻ ഓഫ് മാംഗനീസ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഈസ്. ഇത് സംഭവം നമ്മുടെ പീരിയോഡിക് ക്ലാസിഫിക്കേഷനിലേക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. മാംഗനീസിന്റെ പൊസിഷൻ ഏതാണെന്ന ചോദ്യം. മാംഗനീസിന്റെ ആറ്റോമിക് നമ്പർ എത്ര കുട്ടികളെ? മാംഗനീസിന്റെ ആറ്റോമിക് നമ്പർ 25 ആണ്. അതിന്റെ കോൺഫിഗറേഷൻ നേരിട്ട് എഴുതാൻ അറിയാലോ. 3d5 4s2 നേരിട്ട് എഴുതാനാവും അല്ലേ? നേരിട്ട് 25 ആണെങ്കിൽ d5s2 എന്നുണ്ടാവും, 27 ആണെങ്കിൽ d7s2 എന്നുണ്ടാവും. ഏതാണോ അതിനെ വെച്ചിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, സോ അതിൽ എന്താ ചോദിച്ചത്? പൊസിഷനാ ചോദിച്ചത് അല്ലേ? ഓക്കെ, ഏറ്റവും മുമ്പത്തെ എഴുതുന്ന നമ്പറിൽ ഏറ്റവും വലിയ നമ്പറിനാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ ഏറ്റവും വലിയ നമ്പറിന് പറയുന്ന പേരാണ് പീരീഡ് എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? അപ്പൊ പീരീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ 4th പീരീഡ് ആണ്. 4th പീരീഡ് ഓപ്ഷൻ വരുന്ന ലാസ്റ്റ് ഓപ്ഷൻ ഉള്ളത്. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പം തന്നെ നിങ്ങൾക്ക് ആൻസർ ആയി. ഓക്കെ, എന്നാലും ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ഗ്രൂപ്പ് കൂടി ഒന്ന് നോക്കാം. എസ് എന്ന് പറയുന്നത് ഡി ആണ്. ഇത് ഡി ബ്ലോക്ക് ആണ് കുട്ടി. മാംഗനീസ് ഒരു ഡി ബ്ലോക്ക് ആണ്, എന്നെക്കാളും നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ടോട്ടൽ ഇത് രണ്ടും കൂടി അങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ എസ് അല്ലേ, ഡി ബ്ലോക്ക് ആണെങ്കിൽ എസും ഡിയും അങ്ങ് ആഡ് ചെയ്ത് നോക്കാൻ വേണ്ടി ഗ്രൂപ്പ് കണ്ടിരിക്കാൻ. അപ്പോൾ 2+5 ഉണ്ടാവും ഗ്രൂപ്പ് കണ്ടിരിക്കാൻ. 7th ഗ്രൂപ്പാണ്. എന്തുകൊണ്ടും ഓപ്ഷൻ 4 എന്നാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ കട്ട് ചെയ്തെടുക്കുക. ഏറ്റവും മാക്സിമം വേഗം ആൻസർ ആക്കിയതിനു ശേഷം ഒന്നുകൂടി ഒന്ന് കൺഫേം ആക്കാൻ കുട്ടികൾ എന്ത് ചെയ്യണം? ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണെന്നൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ. ഓക്കെ, 51ാമത്തെ ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് ലോൺ പേഴ്സ് ഓഫ് ഇലക്ട്രോൺ ഇൻ XeF2. ഇതിൽ ചെറിയൊരു ശ്രദ്ധക്കുറവ് കുട്ടിക്ക് തെറ്റിക്കാർക്ക് സാധാരണ ഓഫ്ലൈൻ ക്ലാസ് എന്നൊക്കെ കുട്ടികൾ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ നേരിട്ട് കാണാത്തത് കൊണ്ട് പറയാണ്. ചിലപ്പോൾ ചെറിയൊരു അശ്രദ്ധ കാരണം ഇത് തെറ്റിക്കാറുണ്ട്. ഓവർ കോൺഫിഡൻസ് ഇട്ട് വേഗം ചെയ്യുന്ന ക്വസ്റ്റ്യനൊക്കെ പലതും എന്ത് ചെയ്യും? ആൻസർ തെറ്റും. ഓപ്ഷൻ എ പോലെ അത് കൊടുക്കുകയും ചെയ്യും. നമുക്ക് ഡൗട്ടുള്ളൊക്കെ ഓൾ ഓഫ് ദീസ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായി ശ്രദ്ധിക്കണം. ആൻസർ ആവാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, സോ XeF2 ആണ് നമ്മുടെ ലോജിക്ക്. ഇതാണ് XeF2 എന്ന് പറയുന്നതിൽ സെനോൺ എന്ന് പറയുന്നതിലല്ലേ പിന്നെ ലോൺ പെയറും ബോൺ പെയറും കണ്ടുപിടിക്കാനൊക്കെ ½ അതാണ് ഏറ്റവും എളുപ്പം അല്ലേ? കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ നല്ലൊരു ഐഡിയ ആണ്. വാലൻസ് ഇലക്ട്രോൺ അല്ലേ, V+M-C+A എന്ന് പറഞ്ഞ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ജനറലി എല്ലാവർക്കും അറിയണ്ടാവും. സോ ഹൈബ്രിഡൈസേഷൻ ചോദിച്ചാലും വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർസ് ചോദിച്ചാലും എത്ര പിന്നെ ബോണ്ട് പെയർ ഉണ്ട് ലോൺ പെയർ ഉണ്ട് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും ഇത് ഇത് ചെയ്താൽ മതി. എല്ലാത്തിനും ഒറ്റ ഇക്വേഷൻ. ഓക്കെ, so half into valence electron of V means valence electron of central atom. Xenonന്റെ valence electron എത്രയാ? 18th group 8 ഇലക്ട്രോണാ. പ്ലസ് മോണോവാലന്റ് എത്ര എണ്ണുണ്ട്? 2 ഫ്ലൂറിനുള്ളത്. മോണോവാലന്റ് 2 എണ്ണം ഉണ്ട്. ചാർജ് ഇല്ലല്ലോ, ഇല്ല. അപ്പൊ 8ഉം 2 10. 10/2 എത്ര ഉണ്ടാവും? 5 ഉണ്ടാവും. 5ൽ എത്ര ബോണ്ട് പെയർ ഉണ്ട്? 5ൽ 2 ബോണ്ട് പെയർ ഉണ്ട് അല്ലേ? 2 ബോണ്ട് പെയർ. 2 ഫ്ലൂറിൻ അല്ലേ? 2 ഫ്ലൂറിൻ ആണെങ്കിൽ 2 ബോണ്ട് പെയർ. ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 എണ്ണം ഉണ്ട്. 5ലേക്ക് ബാക്കി 3 ഉണ്ട്. അപ്പോൾ 3 ലോൺ പെയർ ആണ്. അപ്പോൾ 3 ലോൺ പെയർ ആൻസർ വരും. 3 ലോൺ പെയർ ഓപ്ഷനിലുണ്ട്. പക്ഷേ ദ നമ്പർ ഓഫ് ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺ ഇൻ XeF2 എന്ന് ചോദിച്ചാൽ, ഏത് കോമ്പൗണ്ടിനെയും ചോദിച്ചാൽ എറൗണ്ട് xenon ക്വസ്റ്റ്യനിൽ ഇല്ല, മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ ടോട്ടൽ ലോൺ പെയർ ഒക്കെ കണ്ടിരിക്കണം. ശ്രദ്ധിക്കുക, xenonന്റെ Xe 2 3 ആണെങ്കിൽ അത് ജോമെട്രി, 2 3 ആണെങ്കിൽ അത് ട്രയഗണൽ ബൈ പിരമിഡലാണ് ജോമെട്രി വരിക. ഷേപ്പിലേക്ക് വരുമ്പോൾ 3 ലോൺ പെയർ വരും അല്ലേ? 3 ലോൺ പെയർ വരുമ്പോൾ അത് ലീനിയറിലേക്ക് വരും. ശരിയാണോ? Xe വരും ഇങ്ങനെ 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 ഇങ്ങനെ. ഇതാണല്ലോ ഇതിൽ 3 ലോൺ പെയർ വരുമ്പോൾ 120 ഡിഗ്രിയിലാണല്ലോ ലോൺ പെയർ ഇടുക. വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർസ് ആർ ട്രൈ ടു അറ്റൈൻ മിനിമം റിപ്പൾഷൻ ആൻഡ് മാക്സിമം സ്റ്റെബിലിറ്റി. മാത്രമല്ല ലോൺ പെയർ റിപ്പൾഷൻ ആണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അല്ലേ? ബാക്കി എത്ര ഉണ്ടാവും? 2 ഫ്ലൂറിൻ ഇങ്ങനെ ഉണ്ടാവും. XeF2 നോൺ പോളാർ ആണ്. കുറെ പ്രത്യേകതകളുള്ള കോമ്പൗണ്ട് ആണ്, നമുക്കറിയാം. സോ നമുക്ക് ഇവിടെ പറയാനുള്ളത് എത്ര ലോൺ പെയർ ടോട്ടൽ ഉണ്ട് എന്നാ. ആൻസർ 1 2 3 ശരിയാണ്. പക്ഷേ ഇതല്ല ആൻസർ ഉണ്ടാവുക. ശ്രദ്ധിക്കണം, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ലോൺ പെയർസ് കണ്ടിരിക്കണം. ഫ്ലൂറിന് 1 2 3 4 5 6 ഇലക്ട്രോൺ ഫ്ലൂറിന് ചുറ്റും ഉണ്ടാവും. കാരണം ഫ്ലൂറിന്റെ വാലൻസ് ഇലക്ട്രോൺ അല്ലേ? ഫ്ലൂറിന്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയാ കുട്ടികളെ? 7 ആണ് അല്ലേ? വാലൻസ് ഇലക്ട്രോൺ 7 ആണ്. വാലൻസ് ഇലക്ട്രോൺ 7 ആണെങ്കിൽ 7 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പൊ 1 ഷെയർ ചെയ്തു, ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 3 4 5 6 7 ഇലക്ട്രോൺ. ഓക്കെ 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 ഓക്കെ. സോ നെക്സ്റ്റ് മറ്റേ ഫ്ലൂറിൻ ആണെങ്കിലോ താഴെയുള്ള ഫ്ലൂറിൻ 1 2 3 4 5 6 അല്ലേ? അപ്പൊ ടോട്ടൽ എത്ര ലോൺ പെയർ ഉണ്ട്? കൗണ്ട് ചെയ്തോളൂ. ഓൾറെഡി 3 ഉണ്ട്. പ്ലസ് ഇവിടെ 1 2 3 ഒരു ഫ്ലൂറിൻ 3 ഉണ്ട്. പ്ലസ് ഇവിടെ മുകളിലത്തെ ഫ്ലൂറിൻ 1 2 3 അല്ലേ? 3 ഉണ്ട്. ടോട്ടൽ 9 ആണ്. സോ ദ ഫൈനൽ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ശ്രദ്ധയോടെ ചെയ്യുക.
ഞാനിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്തതിൽ ഒരുപക്ഷെ നിങ്ങൾ എക്സാം എഴുതിയതിലൊക്കെ തന്നെ കുട്ടിയൊക്കെ ചെറിയൊരു ശ്രദ്ധക്കുറവുകൊണ്ട് തെറ്റിച്ച ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും, 51 ആയിരിക്കും. ഇനി ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ സമ്മതിക്കുന്നു, എന്നാൽ പലരും തെറ്റിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാധാരണ ഡൗട്ടിലൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, നിങ്ങളുടെ സ്റ്റാറ്റസ് കുട്ടികൾ നോക്കാം കേട്ടോ. ദ നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ അയോൺ ഈസ് എന്നായിരുന്നു ചോദ്യം. ചെറിയൊരു ടൈപ്പിംഗ് വിഷയം അല്ലേ, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഇതിൽ വന്നിട്ടുണ്ട്, ഏതായോന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷനിലേക്ക് എത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രീവിയസിലൊക്കെ വന്നൊരു രീതിയിൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ചെയ്യാം. O2+ എന്നായിരിക്കോട്ടെ, ക്വസ്റ്റ്യനിലൊക്കെ മുമ്പ് വന്നതാണ്. O2+ എത്ര ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട് എന്നായിരുന്നു ചോദ്യം. അപ്പൊ നമുക്കറിയാം കോൺഫിഗറേഷൻ O2 എന്ന് വെച്ചാൽ അല്ലേ, O2 എന്ന് വെച്ചാൽ നേരിട്ട് തന്നെ അറിയുന്നവരുണ്ടാവാം, എന്നാലും നമുക്ക് വൃത്തിയിൽ തന്നെ ചെയ്ത് നോക്കാം. O2 എന്ന് പറഞ്ഞാൽ 16 ഇലക്ട്രോൺ ആണ്. O2+ ആകുമ്പോൾ അല്ലേ, O2+ ആകുമ്പോൾ 15 ഇലക്ട്രോൺ ആണ്. O2+ ആകുമ്പോൾ 15 ഇലക്ട്രോൺ ആണ്. ഓക്കെ സാർ, അപ്പൊ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ σ1s2, σ*1s2, σ2s2, σ*2s2. ദെൻ പിന്നെ ഏതാ വരിക, ആഫ്റ്റർ 14 അല്ലേ, അപ്പൊ അത് വരും σ2pz2 അല്ലേ. ദെൻ π2px2 ഈക്വൽ ടു π2py2. ദെൻ പിന്നെ അത് വരും കുട്ടികളെ π*2px ഈക്വൽ ടു π*2py എന്ന് വരും. അതിൽ ഇലക്ട്രോൺ എഴുതുന്നത് ശ്രദ്ധിക്കണം. ടോട്ടൽ കൗണ്ട് ചെയ്യണം. 2, 4, 6, 8, 10, 12, 14 ആയി. ഇനി എത്ര ഇലക്ട്രോൺ കൂടിയുള്ളൂ? ഒരു ഇലക്ട്രോൺ കൂടിയുള്ളൂ അല്ലേ. അപ്പോൾ ഒരു ഇലക്ട്രോൺ എവിടെ വരും? ഒന്ന് ഇവിടെ അങ്ങ് ആന്റി ബോണ്ടിങ്ങിൽ വരും. ഇപ്പൊ ടോട്ടൽ എത്ര ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ? സ്റ്റാർ ഉള്ളതല്ലേ ആന്റി ബോണ്ടിങ്, സ്റ്റാർ ഇല്ലാത്തത് ബോണ്ടിങ്ങും സ്റ്റാർ ഉള്ളത് ആന്റി ബോണ്ടിങ്ങും. സ്റ്റാർ ഉള്ളത് എത്ര ഉണ്ട്? 2 ഉണ്ട്. പിന്നെ ഒരു സ്റ്റാർ ഉള്ള 2, 4 ഉണ്ട്. പിന്നെ ഒരു സ്റ്റാർ ഉള്ളത് 1 ഉണ്ട്. ടോട്ടൽ സ്റ്റാർ ഉള്ളതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് കുട്ടികളെ? 5 ഇലക്ട്രോൺ ഉള്ളത്. സോ 5 ഇലക്ട്രോൺ ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ O2+ എന്നൊക്കെ ആയിരുന്നെങ്കിൽ ഓപ്ഷൻ 1 തന്നെയാണ്, 5ആണ് ആൻസർ വരുന്നത്. ഇനി ഇതുപോലെ ഏതായാലും O2 O2 സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അറിയാലോ. O2 ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ, O2+, O2-, O2-, ഇതിങ്ങനെ ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കണം. പ്രീവിയസിൽ റിപ്പീറ്റഡ് ആണ്. ബോണ്ട് ഓർഡർ നന്നായിട്ട് നോക്കണം കേട്ടോ. ഞാൻ വീണ്ടും പറയാം, ബോണ്ട് ഓർഡറിൽ നന്നായിട്ട് ക്വസ്റ്റ്യൻ വരും. ബോണ്ട് ഓർഡർ എന്തായാലും സാധ്യത ഉണ്ട് കേട്ടോ. അത് റിലേറ്റഡ് ആയിട്ട് ബോണ്ട് എനർജിയോ ബോണ്ട് ലെങ്തോ സ്റ്റെബിലിറ്റിയോ എന്തെങ്കിലോ അവരെ കണക്ട് ചെയ്തിട്ടുള്ള ഐഡിയ ഉണ്ടാവണം. ഓക്കെ, സോ കുട്ടികളെ ഇനി നമുക്ക് 53ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സോ വിച്ച് എമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഒന്നാമത്തേത് CCl ബോണ്ട് ഈസ് ഷോർട്ടർ ഇൻ CH2 ഡബിൾ ബോണ്ട് CHCl വിനൈൽ ക്ലോറൈഡ്, ഓർഗാനിക് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ അല്ലേ. സോ വിനൈൽ ക്ലോറൈഡ് ദാൻ ഏതാ കുട്ടികളെ? ദാൻ ഏതിനേക്കാളാണ്? സിംഗിൾ ബോണ്ടിനേക്കാൾ. കറക്റ്റ് ആണോ? അത് സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഏതിനാണ് ലെങ്ത് വ്യത്യാസം വരുന്നത് നോക്കാം. CCl വിനൈൽ ക്ലോറൈഡ് എന്ന് വെച്ചാൽ sp2 ആലജൻ ബോണ്ട് അല്ലേ, ഇത് sp3 ആലജൻ ബോണ്ട് അല്ലേ. sp2 ആലജൻ ബോണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ബോണ്ടാണ്, കുട്ടിയൊക്കെ ഓർമ്മ ഉണ്ട്, സ്ട്രോങ് ആണ് അല്ലേ. ഇത് കമ്പയർ ചെയ്യുമ്പോൾ വീക്ക് ബോണ്ടാണ്. ഓക്കെ, സോ sp2 ആലജൻ നല്ല സ്ട്രോങ് ആയിട്ട് ഡബിൾ ബോണ്ടഡ് കാർബൺ കൊണ്ട് നന്നായിട്ട് ക്ലോറിനെ പിടിച്ചു വെക്കും. ഒരു കാരണം മാത്രമല്ല, ക്ലോറിൻ്റെ എന്തുണ്ടാവും? ലോൺ പെയറിന്റെ റെസണൻസും ഉണ്ടാവും അല്ലേ. ലോൺ പെയർ സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് കോൺജുഗേറ്റഡ് ആണ്, റെസണൻസ് പോസിബിൾ ആണ് എന്നും കുട്ടിയൊക്കെ അറിയാം. സോ വിനൈൽ ക്ലോറൈഡിലെ ക്ലോറിന് വിട്ടുകൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ട്രോങ് ആകുമ്പോൾ ലെങ്ത് എന്തായിരിക്കും? അടുത്തായിരിക്കും, ഷോർട്ടർ ആയിരിക്കും, കുറവായിരിക്കും. ലെങ്ത് കുറവാണ്, കറക്റ്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമ്മളോട് റോങ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചത്, അപ്പൊ അത് ആൻസർ അല്ല, ഓപ്ഷൻ അല്ല. നെക്സ്റ്റ് CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2+ ഈസ് എൻ അലൈൽ കാർബോകാറ്റോൺ. കറക്റ്റ് അല്ലേ? അലൈൽ എന്ന് വെച്ചാൽ അലൈൽ വിനൈൽ അല്ലേ, ഫിനൈൽ ബെൻസൈലൊക്കെ കുട്ടിയൊക്കെ ഓർമ്മ ഉണ്ടാവും. സോ ഇതിന് അലൈൽ കാറ്റോൺ എന്നാ പറയാറ്. സോ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ആൻസർ അല്ല. ഓക്കെ, തേർഡ് ഓപ്ഷൻ C ഡബിൾ ബോണ്ട് C ബോണ്ട് ഇൻ CH2 ഡബിൾ ബോണ്ട് CHCl വിനൈൽ ക്ലോറൈഡ് ഈസ് ഷോർട്ടർ ദാൻ ഇൻ CH. അത് ശരിയാണോ? CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്നത് ക്ലോറിന്റെ -I എഫക്റ്റ് ഒക്കെ നോക്കേണ്ടി വരൂലേ. -I എഫക്റ്റ് ഒക്കെ ഉണ്ടാവും. ക്ലോറിന്റെ -I എഫക്റ്റ് ആകുമ്പോൾ വലിക്കും, ക്ലോറിൻ ഇങ്ങോട്ടും വലിക്കൂലേ. ക്ലോറിൻ ഇങ്ങോട്ട് വലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബോണ്ട് ഷോർട്ടർ ആണോ ലോങ്ങർ ആണോ? കുട്ടിയൊക്കെ തന്നെ പറയാം. ഈ C ഡബിൾ ബോണ്ട് C ബോണ്ട് ലെങ്ത് എന്തായിരിക്കും? വലുതായിരിക്കും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ശരിക്കും ഡബിൾ ബോണ്ട് ലെങ്ത് വെച്ചാൽ 134 പൈക്കോമീറ്റർ, പക്ഷേ വിനൈൽ ക്ലോറൈഡിലെ ബോണ്ട് ലെങ്ത് അതിനേക്കാൾ കൂടും. ഷോർട്ടർ അല്ല, ലോങ്ങർ ആണ്. അറൗണ്ട് 169 ഒക്കെ
പൈക്കോമീറ്റർ വരെ ബോണ്ട് ലെങ്ത്തിലേക്ക് എത്തുന്നുണ്ട്. ഡബിൾ ബോണ്ട് എന്ന് വെച്ചാൽ അതിനെക്കാളും എത്രയോ ലെങ്ത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് ഷോർട്ടർ എന്നാണ്. അപ്പോൾ അത് തെറ്റാണെങ്കിൽ അതാണ് കറക്റ്റ് ആൻസർ അല്ലേ. അപ്പോൾ റോങ് ആൻസർ ആണ് ചോദിച്ചത്, ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ്, ഇലക്ട്രോമറിക് എഫക്റ്റ് കംസ് ഇൻ ടു പ്ലേ അറ്റ് ഡിമാൻഡ് ഓഫ് അറ്റാക്ക്. തീർച്ചയായിട്ടും അറ്റാക്കിംഗ് റിയേജന്റിന്റെ പ്രസൻസിലെ പൈ ഇലക്ട്രോണിന്റെ മൂവ്മെന്റിന് പറയുന്ന പേരാണ് ഇലക്ട്രോമറിക്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ഇത് ആൻസർ അല്ല, ശരിയല്ലേ. സോ തെറ്റായ ഓപ്ഷൻ ആയിരുന്നു, ഓപ്ഷൻ 3 ആയിരുന്നു കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 54ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ഹീറ്റ് ഓഫ് അറ്റോമൈസേഷൻ ഓഫ് CH4 ഈസ് x കിലോജൂൾ പെർ മോൾ, ദെൻ ബോണ്ട് എനർജി ഓഫ് CH ബോണ്ട് വിൽ ബി. ബോണ്ട് എനർജി എത്ര എന്നാ ചോദ്യം. അപ്പോൾ കുട്ടിയൊക്കെ ഓർമ്മയുണ്ട്, ബോണ്ട് എനർജിയും ആദ്യം എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എന്താ? എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എന്ന് വെച്ചാൽ CH4 എന്ന് പറയുന്ന 1 മോൾ കോമ്പൗണ്ടിനെ ഏതാണോ അതിനെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് അല്ലേ, ആറ്റോമിക് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു എനർജിക്ക് പറയുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട്. അപ്പൊ കാർബണെയും 4 ഹൈഡ്രജനെ ആക്കി കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്ത് മാറ്റണം. പിന്നുള്ള എനർജിക്കാണ് എന്തെന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഡെൽറ്റ എ എച്ച് എന്നൊക്കെ നമുക്ക് വേണേ ഇടാം. എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ അത് എത്ര എന്ന് പറയുന്നുണ്ട്, x കിലോജൂൾ പെർ മോൾ ആണ് പറയുന്നുണ്ട്. ഓക്കെ, സോ ബോണ്ട് എനർജി ഓഫ് CH ബോണ്ട് ആണ് ചോദിച്ചത്. CH ബോണ്ട് കാർബണും 4 ഹൈഡ്രജനും CH അല്ലേ, 4 ബോണ്ട് ടെട്രാഡ്രൽ ജോമെട്രി ആണെന്നൊക്കെ നമുക്കറിയാം, 4 ബോണ്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താണ്, ബോണ്ട് എനർജി ഓഫ് CH ബോണ്ട് ആണ് അല്ലെ, ബോണ്ട് എനർജി എത്ര എന്നാ. ഓക്കെ, എൻതാൽപ്പി ബോണ്ട് എനർജി കണ്ടുപിടിക്കാൻ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ തമ്മിൽ ഒരു ബന്ധം ഉണ്ടല്ലോ, കുട്ടിയൊക്കെ ഓർമ്മല്ലേ. എന്താണ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബോണ്ട്സ് ആണ് അല്ലേ, എത്ര ബോണ്ട് ഉണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എത്ര, x ആണ്, ഡിവൈഡഡ് ബൈ എത്ര ബോണ്ട് ഉണ്ട്, എത്ര ബോണ്ട് ബ്രേക്ക് ചെയ്യാനുണ്ട്, 4 ബോണ്ട് ബ്രേക്ക് ചെയ്യാനുണ്ട്. സോ x/4 ആയിരുന്നു ആൻസർ. ഓപ്ഷൻ ഏതാ, 4 ആയിരുന്നു കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഏതാണോ മോൾ കോമ്പൗണ്ട് അത് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ചെയ്യാനുള്ള, കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള എനർജിയാണ് എന്തെന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. അറ്റോമിക് സ്റ്റേറ്റിൽ കൺവേർട്ട് ചെയ്യൽ നിർബന്ധമാണ് അല്ലേ. 55ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ഇൻ ഹീറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റന്റ് വോളിയം ഫോർ ദ റിയാക്ഷൻ. ഓക്കെ, അതായത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും വോളിയത്തിലും ഒരു റിയാക്ഷൻ തന്നിട്ട് അതിന്റെ എന്താ ചോദിച്ചത്, ഡിഫറൻസ് ഇൻ ഹീറ്റ് ആണ് അല്ലെ, എനർജിയിലുള്ള ഡിഫറൻസ്. കുട്ടിയൊക്കെ ഓർമ്മ ഉണ്ട്, ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നിങ്ങളൊക്കെ തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഡിഫറൻസ് ഇൻ ഹീറ്റ് ആണ്, എനർജിയിലെ ഡിഫറൻസ് ആ ചോദിച്ചത്. അപ്പോൾ ഡെൽറ്റ യുന് എങ്ങോട്ട് എടുക്കുക, അപ്പോൾ എങ്ങനെ ഉണ്ടാവും കുട്ടികളെ, ഡെൽറ്റ യുന് എങ്ങനെ എടുത്താൽ ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ജി ആർ ടി എന്നുണ്ടാവും, ശരിയല്ലേ. ഡെൽറ്റ എൻ ജി എന്ന് വെച്ചാൽ എന്താ, നമ്പർ ഓഫ് മോൾസിലെ ചേഞ്ച് അല്ലേ, ഗ്യാഷ്യസ് റിയാക്ഷൻ ആണല്ലോ. നമ്പർ ഓഫ് മോൾസ് ഓഫ് അല്ലേ, ഡെൽറ്റ എൻ ജി കണ്ടിരിക്കണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റന്റ് കണ്ടിരിക്കണം അല്ലേ. അപ്പോൾ എത്ര ഗ്യാഷ്യസ് റിയാക്റ്റന്റ് പ്രോഡക്റ്റ് ഉണ്ട്, 1 ആണ്. 1 മൈനസ് നമ്പർ ഓഫ് മോൾസ്, ടോട്ടൽ നമ്പർ ഓഫ് റിയാക്റ്റന്റ് എത്ര ഉണ്ട്, 1 ഉണ്ട്, പിന്നെ ഒരു അരയുണ്ട് അല്ലേ, 1 2 വിച്ച് മീൻസ് 3/2 ഉണ്ട് അല്ലേ. അപ്പോൾ 1 1/2 മൈനസ് ചെയ്താൽ ബാക്കി എത്ര ഉണ്ടാവും, മൈനസ് അര ഉണ്ടാവും അല്ലേ, മൈനസ് ഹാഫ് ഉണ്ടാവും. എല്ലാ ഓപ്ഷനിലും മൈനസ് ഉണ്ടോ നോക്കൂ, ഉണ്ട്. മൈനസ് ഹാഫ് ഇൻറ്റു എല്ലാ ഓപ്ഷനും. ഇനി നോക്കൂ കുട്ടികളെ, ഓപ്ഷനിലൊക്കെ ആർ 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 ടേം അങ്ങനെ തന്നെ ഉണ്ട് അല്ലേ. അപ്പൊ ആർ ടേം അങ്ങനെ തന്നെ നിന്നോട്ടെ, നമ്മളൊന്നും ചെയ്യണ്ട. അല്ലെങ്കിൽ 8.314 അല്ലേ, അതിനെ 25/3 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കുന്നതും 1/12 0.0821നെ 1/12 ATM ബാറൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ എടുക്കുന്നതും കുട്ടിയൊക്കെ ഓർമ്മ ഉണ്ടാവും, അത് വെച്ച് ചെയ്യണം. പക്ഷെ ഇവിടെ നമുക്ക് എല്ലോ 6 തന്നേം കൊണ്ട് 6 ചെയ്താൽ മതി. ടെമ്പറേച്ചർ എത്ര ഡിഗ്രി സെൽഷ്യസോ കെൽവിനോ തന്നിട്ടുണ്ട്, 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. 27 ഡിഗ്രി എന്ന് വെച്ചാൽ എത്ര കെൽവിനാ, 273 കൂട്ടിയാൽ 300 കെൽവിനാ അല്ലേ. അപ്പോൾ 300 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ 300ന്റെ ഹാഫ് ഉണ്ടാവും, വിച്ച് ഈസ് 150 ഉണ്ടാവും. -150 ആണ്, ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 56ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഏതാടാ, CH3COON അല്ലേ, ഓൺ കോൾബ്സ് ഇലക്ട്രോലൈസിസ് ഹൈഡ്രോകാർബണിലെ ക്വസ്റ്റ്യൻ ആണ്. ഓർഗാനിക് കുട്ടിയൊക്കെ പ്രിയപ്പെട്ടതായിരിക്കും. CH3COON ആസിഡ് സാൾട്ട് എടുത്തു അല്ലേ. ഓക്കെ, CH3COON 2 മോളിക്കൂൾ എടുത്ത് ചെയ്ത അക്വസ് സൊല്യൂഷൻ ആണ്, വാട്ടർ അല്ലേ. ദെൻ ദ പ്രോഡക്ട്സ് എന്നാ കിട്ടുക എന്നുള്ളതാണ്. നേരിട്ട് പ്രോഡക്റ്റ് എഴുതാൻ കുട്ടിയൊക്കെ ഓർമ്മ ഉണ്ടാവും, പ്രാക്ടീസ് ചെയ്തേം കൊണ്ട് CH3 ഇതേം കിട്ടും അല്ലേ. മീഥേൻ ഒരിക്കലും കോൾബിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റൂല. അപ്പൊ തന്നെ ആൻസർ ഏകദേശം ആയി, ഇതേനായിരിക്കും എന്ന് കുറെ ഉറപ്പിക്കാം. ഇനി ശരിയായ മെത്തേഡ്, ചെറിയൊരു ട്രിക്ക് എന്താന്ന് വെച്ചാൽ,
ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ അങ്ങനെ വട്ടിട്ട് പഠിച്ചാൽ മതി എന്നാ കുട്ടികളോട് പറയാറ് കോൾബ്. ഇപ്പൊ CH3 RR ഉണ്ടാവും അല്ലെ, CH3 ഇതേൻ ആനോഡിൽ ഉണ്ടാവും അല്ലെ, ആനോഡിൽ ഉണ്ടാവും. ദെൻ പ്ലസ് CO2 ഉണ്ടാവും അല്ലെ, 2 മോളിക്കൂൾ കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ ഉണ്ടാവും, ആനോഡിൽ തന്നെ ഉണ്ടാവും, ഗ്യാസ് ആയിട്ട് പോകും. പ്ലസ് അല്ലെ 2 എണ്ണയും 2 OHും എന്തായി പോകും, NaOH ആയിട്ട് 2 NaOH ആയിട്ട് പോകും. NaOH എവിടെ ഉണ്ടാവുക, ഇലക്ട്രോലൈറ്റിൽ അല്ലെങ്കിൽ സൊല്യൂഷനിൽ തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് pH ഓഫ് ദി സൊല്യൂഷൻ ബേസ് ആയതുകൊണ്ട് pH ഓഫ് ദി സൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യും. ദെൻ പ്ലസ് ബാക്കി രണ്ടാളുണ്ടാവും, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും അല്ലെ, H2 ഉണ്ടാവും, അത് കാഥോഡിലാണ് ഉണ്ടാവുക. ശരിയാണോ? യെസ്. സോ ഈഥെയ്ൻ ഈസ് ദ ഏത് പ്രോഡക്റ്റ് ഉണ്ടാവുക ചോദ്യം, ഈഥെയ്ൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് കൺസിഡർ ദ റിയാക്ഷൻ A+B gives C. Kc തന്നിട്ടുണ്ട് അല്ലെ, Kc ഈക്വൽ ടു K1 എന്നാണ്. നെക്സ്റ്റ് Kc രണ്ടാമത്തെ തന്നെ Kc K2 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ Kc ഫോർ ദ റിയാക്ഷൻ ½ A plus ½ B gives D will be എന്നാണ് ചോദ്യം. നോക്കാം. അപ്പൊ ആദ്യത്തെ റിയാക്ഷൻ ഇക്വിലിബ്രിയം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വന്നത്. A+B gives C എന്ന് പറഞ്ഞ റിയാക്ഷൻ തന്നു. അപ്പൊ ½ Aയും ½ B ആക്കുന്നുണ്ട്. അപ്പൊ ഈ ടോട്ടൽ റിയാക്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും ½ A plus ½ B gives ½ C എന്നുണ്ടാവും. ശരിയല്ലേ? ഓക്കെ, ½ C. അപ്പൊ സമയത്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താവും, ഇഫ് എ റിയാക്ഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ n, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫ് എ റിയാക്ഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ n, then Kc becomes Kc raised to n ആവും അല്ലെ, Kc raised to n ആവും. അപ്പൊ എത്ര ആവും, Kc raised to n വെച്ചാൽ എന്താ, K1 raised to half എന്നുണ്ടാവും അല്ലെ. K1 raised to half എന്ന് വെച്ചാൽ എന്താ കുട്ടികളെ, റൂട്ട് K1 ഉണ്ടാവും. അപ്പൊ K1 റൂട്ട് വരുന്ന ഓപ്ഷനാണ് ഒന്ന് ആൻസർ വരാൻ സാധ്യത. ഇത് K1 റൂട്ട് ഉണ്ട്, ഇത് K1 റൂട്ട് ഇല്ല, ഇത് K1 റൂട്ട് വരുന്നുണ്ട്, K1 റൂട്ട് ഉണ്ട്. അപ്പൊ ഒരു ഓപ്ഷൻ നമ്മൾ വെട്ടി, രണ്ടാമത്തെ ഓപ്ഷൻ. ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യാം അല്ലെ. ഇനി അടുത്തത് ബാക്കി നോക്കാം. D will be എന്നാണ് അല്ലെ, ½ A plus. ഇത് മാത്രം എഴുതിയൊരു കാര്യമല്ല, കാരണം ½ Aയും ½ Bയും മാത്രം പോരാ, ½ Aയും ½ Bയും ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ ½ C ഉണ്ട്, ഇവിടെ D ആണ് പ്രോഡക്റ്റ് ആക്കി പറയുന്നത്. അപ്പൊ D കിട്ടണം. ഇവിടെ 2D ആണല്ലോ ഉള്ളത്. അപ്പൊ അതിനെ D ആക്കണമെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, ഹാഫ് ചെയ്യണം അല്ലേ, അതിനെ ഹാഫ് കൊണ്ട്. അപ്പൊ തന്നെ നമ്മൾ ഏകദേശം ആൻസർ ഉറപ്പിച്ചു. K2നും K1നും റൂട്ട് വരുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഈ ഓപ്ഷനും വരൂല എന്ന് കുറെ നമ്മൾ ഉറപ്പിച്ചു. നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് 1 or 2 ഒന്ന് കൃത്യമായിട്ട് തന്നെ ചെയ്ത് നോക്കാം. അപ്പൊ ഒന്നാമത്തെ റിയാക്ഷനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, രണ്ടാമത്തെ റിയാക്ഷനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ ഉണ്ടാവും ½ into C gives അല്ലേ, 2D ഹാഫ് എടുത്താൽ 1D എന്നുണ്ടാവും. ശരിയല്ലേ? ഓക്കെ, അപ്പൊ K2 എന്തുണ്ടാവും, റൂട്ട് K2 എന്നുണ്ടാവും. അതിന്റെ കേസ് അല്ലേ, റൂട്ട് K2 എന്നുണ്ടാവും, കാരണം അവിടെ ഹാഫ് കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, ഇനി ഈ റിയാക്ഷൻ തമ്മിൽ എന്താ ചെയ്യേണ്ടതെന്ന്, ആഡ് ചെയ്യാണോ മൈനസ് ചെയ്യാണോ? ആഡ് ചെയ്യുകയാണെങ്കിൽ Kc becomes K1 into K2 ആവും അല്ലേ, എന്നാൽ മൈനസ് ചെയ്യുകയാണെങ്കിൽ Kc become K1 by K2 ആവും. ശരിയല്ലേ? ഇവിടെ എന്താ ചെയ്യേണ്ടേ, ഇവര് തമ്മിൽ ഇത് കിട്ടണമെങ്കിൽ കുട്ടികൾക്ക് അറിയാം, ഇത് ജനറൽ റിയാക്ഷൻ അല്ലേ, നമുക്ക് ക്വസ്റ്റ്യനിൽ അവര് തന്നത് ഈ റിയാക്ഷൻ കിട്ടണമെങ്കിൽ D പ്രോഡക്റ്റ് ആയിട്ട് വരണം. ഒരു D പ്രോഡക്റ്റ് ആയി വരാവും. ഇതിലെന്താ ഒരു D പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിയാണ്. അപ്പൊ ഇത് രണ്ട് ആഡ് ചെയ്താൽ മതി അല്ലേ. ഈ ½ Cയും വെട്ടിപ്പോവും, ലെഫ്റ്റ് റൈറ്റ് ആകുമ്പോൾ വെട്ടിപ്പോവും. അപ്പൊ രണ്ടും ആഡ് ചെയ്യുമ്പോൾ ½ A plus ½ B gives 1D എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പൊ രണ്ട് റിയാക്ഷനെയും ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Kc raised to half ആവും, റൂട്ട് K1ഉം റൂട്ട് K2 ആവും. ദെൻ അത് ആഡ് ചെയ്യുമ്പോൾ, റിയാക്ഷൻ ആഡ് ചെയ്യുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യണം നമുക്കറിയാം. സോ രണ്ട് റിയാക്ഷൻ ആഡ് ചെയ്യുമ്പോൾ റൂട്ട് K1 into K2 ആയി മാറും അല്ലേ. K1 by K2 ആവുമ്പോൾ മൈനസ് ചെയ്യുമ്പോഴാണ്. സോ റൂട്ട് K1 K2 ആണ് ആൻസർ. ഓപ്ഷൻ 3 ആണ്. ഒരു ആവറേജ് നീറ്റ് ലെവലൊക്കെ വരാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെന്നാണ് അല്ലേ. ഇക്വിലിബ്രിയത്തിൽ ഒരു ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. ഓക്കെ, റൂട്ട് K1 K2 ആണ് ആൻസർ. ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇൻ H2S2O8 ഈസ്. നോർമലി നമ്മൾ H2S2O8 എക്സ് വെച്ച് ചെയ്യുമ്പോൾ അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വരും അല്ലേ. കാരണം എന്താ, എക്സ് 2 ഹൈഡ്രജന് +2 ഉണ്ടാവും, 2x 2x ഉണ്ടാവും, പ്ലസ് 2 8 -16 ഉണ്ടാവും, ഈക്വൽ ടു 0 ഉണ്ടാവും അല്ലേ. അപ്പൊ 2x ഈസ് ഈക്വൽ ടു 2 14 -14 ഇങ്ങോട്ട് പോയാൽ +14 ഉണ്ടാവും. എക്സ് ഈസ് ഈക്വൽ ടു എത്ര ഉണ്ടാവും കുട്ടികളെ, +7 ഉണ്ടാവും. സൾഫർ ഒരിക്കലും 7 കാണിക്കൂല. സൾഫറിന്റെ ഏറ്റവും മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര കുട്ടികളെ, സൾഫർ മാക്സിമം 16ാം ഗ്രൂപ്പാണ്. അതിന്റെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര, +6 ആ. അപ്പൊ +7 ഒരിക്കലും വരൂല. +7 ഓപ്ഷനിലുണ്ട് വെട്ടങ്ങൾക്ക് ആദ്യം തന്നെ, കാരണം സൾഫർ ഒരിക്കലും +7 കാണിക്കൂല.
ഇനി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രക്ചർ വരയ്ക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടി, ഏത് ടോപ്പിക്കിലും സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി, ഏത് കോമ്പൗണ്ട് വന്നാലും സ്ട്രക്ചർ, ഫ്രാക്ഷൻ വന്നാൽ സ്ട്രക്ചർ വരയ്ക്കണം, എന്നിട്ട് ചെയ്യണം. ആ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, H2S2O8 അല്ലേ, സൾഫർ ഉണ്ട്, ഡബിൾ ബോണ്ടോ സൾഫ്യൂരിക് ആസിഡ് ഒക്കെ ചെയ്യുന്ന പോലെ OH എന്നുണ്ടാവും. ഓക്കെ, അപ്പൊ HSO3 ഇതേപോലെ അപ്പുറത്തൊന്ന് ചെയ്യുക, S ഡബിൾ ബോണ്ടോ OH, അപ്പൊ 2H ആയി, ദെൻ ഡബിൾ ബോണ്ടോ. ഇപ്പൊ ടോട്ടൽ എത്രയായി, 2H ആയി, H2 ആയി, ഓക്കെ റെഡിയാണ്. S 2 ആയി, ഓക്കെ റെഡിയാണ്. O എത്ര ഉണ്ട്, 1 2 3 4 5 6 ആയി. ഇനി 2 കൂടി ഉണ്ട്, അപ്പൊ ഇതിന്റെ ഇടയിൽ 2 O അങ്ങ് കൊടുത്താൽ പോരെ. യെസ്, ഇറ്റ് ഈസ് എ പെറോക്സൈഡ്. O ബോണ്ട് വന്നാൽ അതെന്താ കുട്ടികളെ, പെറോക്സൈഡ് ആണ് അല്ലെ, പെറോക്സൈഡ് ആണ്. ഓക്കെ, സോ ഓക്സിജന് എന്താ ഉണ്ടാവുക, സൾഫർ ആണോ ഓക്സിജൻ ആണോ മോർ ഇലക്ട്രോനെഗറ്റീവ്, ഓക്സിജൻ. അപ്പോൾ ഓക്സിജന് -1, ഈച്ച് കോവാലന്റ് ബോണ്ട് കോൺട്രിബ്യൂട്ട് യൂണിറ്റ് ചാർജ് ഇല്ല, യൂണിറ്റ് പോസിറ്റീവ് ഓർ യൂണിറ്റ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ +1 ഉണ്ടാവും, ഇവിടെ 2 ബോണ്ടിന് -2 ഉണ്ടാവും, അപ്പോൾ ഇവിടെ +2 ഉണ്ടാവും, ഇവിടെ ഒരു ബോണ്ടിന് -1 ഉണ്ടാവും, അപ്പോൾ ഇതിന് +1 ഉണ്ടാവും, ഇവിടെ ഒരു 2 ബോണ്ട് ഉണ്ടായത് കൊണ്ട് ഓക്സിജന് -2 ഉണ്ടാവും, അപ്പോൾ സൾഫറിന് +2 ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ സൾഫറിന്റെ കൂട്ടി നോക്കുമ്പോൾ +2 +1 +2 +1 ടോട്ടൽ കൂട്ടുമ്പോൾ +6 കിട്ടും. ഇതേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെയും കിട്ടും. അപ്പൊ +6 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് 59ാമത്തെ ക്വസ്റ്റ്യൻ ഓർഗാനിക് കെമിസ്ട്രി ആണ് അല്ലേ. അപ്പൊ ആദ്യം തന്നെ ഈ റിയേജന്റ് കണ്ട് ഓർഗാനിക്കിൽ എക്സ്പെർട്ട് ആവാന്ന് വെച്ചാൽ റിയേജന്റ് കണ്ട് പറയണം. HCl-ഉം അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും എനിക്ക് മനസ്സിലായി, കുട്ടിയൊക്കെ മനസ്സിലായി ഉണ്ടാവും എക്സാം ആളിന്. വിച്ച് ഈസ് ലൂക്കാസ് റിയേജന്റ് ആണ്, ലൂക്കാസ് ടെസ്റ്റ് ആണ് അവർ ചോദിച്ചത്. ആരാ ലൂക്കാസ് ടെസ്റ്റ് പ്രിഫർ ചെയ്യാം? ഇന്റർമീഡിയറ്റ് കാർബോകാറ്റോൺ അല്ലേ, ലൂക്കാസ് ടെസ്റ്റിന്റെ ഒക്കെ റിയാക്ടിവിറ്റി അല്ലേ, റിയാക്ടിവിറ്റി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ. ഇങ്ങനെ പഠിക്കുന്നതാണല്ലേ അല്ലേ, സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോണിൽ ആരാണോ ഏറ്റവും സ്റ്റേബിള് ഓനാണ് ഏറ്റവും റിയാക്റ്റീവ്. അപ്പൊ ആദ്യത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ സെക്കൻഡറി കാർബോകാറ്റയോൺ, രണ്ടാമത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ടേഴ്ഷറി കാർബോകാറ്റയോൺ, മൂന്നാമത്തെ പ്രൈമറി കാർബോകാറ്റയോൺ. നൺ ഓഫ് ദീസ് എന്തായാലും വരില്ല, ടേഴ്ഷറി ആയിരുന്നു ഇമ്മീഡിയറ്റ് ടെർബിഡിറ്റി തരാറുള്ളത്, കുട്ടിയൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ അതുകൊണ്ട് ടേഴ്ഷറി ടോപ്പ് എന്ന് പഠിക്കുന്നതിനേക്കാൾ ബെസ്റ്റ് റിയാക്ടിവിറ്റി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ കുട്ടികളെ. അങ്ങനെ പഠിക്കുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നന്നായിട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് 60ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ നമ്പർ 60 ആണ്. കാനിസാരോസ് റിയാക്ഷൻ ഈസ് നോട്ട് ഗിവൺ ബൈ എന്നാണ് അല്ലേ. കാനിസാരോ റിയാക്ഷൻ ഒരു കണ്ടീഷൻ ഉണ്ട് ആൽഡിഹൈഡിലെ. കാനിസാരോന്റെ ഐഡിയ എന്തായിരുന്നു, ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തതിൽ മാത്രമേ കാനിസാരോ റിയാക്ഷൻ നടക്കൂ. എന്നാൽ ആൾഡോളിന് ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവണം, എൽവാർഡ് സെലൻസ്കിക്ക് ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവണം അല്ലേ. ടോട്ടോമറിസം നടക്കണമെങ്കിൽ ആൽഫ ഹൈഡ്രജൻ വേണം, ഹൈപ്പർ കോൺജുഗേഷൻ നടക്കണമെങ്കിൽ ആൽഫ ഹൈഡ്രജൻ വേണം, ഇതൊക്കെ ആൽഫ വേണം. ആൽഫ ഇല്ലാത്ത ഒറ്റ റിയാക്ഷൻ ആണ് അത് കാനിസാരോസ് അല്ലേ. ഓക്കെ, ട്രൈമീഥൈൽ അസറ്റാൽഡിഹൈഡ് ഉണ്ട്. ഫോമാൽഡിഹൈഡിൽ കാൻസാരോ എന്തായാലും നടക്കും, നിങ്ങൾക്കൊക്കെ അറിയാം. ബെൻസാൽഡിഹൈഡിൽ കാൻസാരോ എന്തായാലും നടക്കും, ആൽഫ ഹൈഡ്രജൻ ഇല്ല നിങ്ങൾക്ക് അറിയാം. സംശയമുള്ളത് 1ഉം 4ഉം ആണ് നമുക്ക് മെയിൻ ആയിട്ട്. ട്രൈമീഥൈൽ അസറ്റാൽഡിഹൈഡ് ഒന്ന് വരച്ചു വെക്കുക, CH3CH3CHO ഇയാൾക്ക് പറയുന്ന പേരാണല്ലോ ട്രൈമീഥൈൽ അസറ്റാൽഡിഹൈഡ്, 2 കാർബൺ അല്ലേ. അപ്പൊ ഇതിന്റെ കേസിൽ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ അല്ലേ ആൽഫ. ആൽഫന്റെ മുകളിൽ ഹൈഡ്രജൻ ഉണ്ടോ? ആൽഫന്റെ മുകളിൽ നേരിട്ട് H ഇല്ലല്ലോ, ഇല്ല, ഇവിടെ H ഇല്ല, ഇവിടെ ഇല്ല. അപ്പൊ ആൽഫ ഹൈഡ്രജൻ ഇല്ല, ഇതിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ല. ആൽഫ ഹൈഡ്രജൻ ഇല്ലെങ്കിൽ എന്ത് നടക്കും, കാനിസാരോ നടക്കും. ചോദ്യം കാൻസാരോ നടക്കാത്തത് ഏത്, അപ്പൊ ഓപ്ഷൻ എ അല്ല, ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തതാണ്. അപ്പൊ ഇതിൽ നടക്കൂല. ഓപ്ഷൻ ഉറപ്പിച്ചു, 4 ആണ് അതിന് ആൻസർ ആവാൻ കാരണം. അസറ്റാൽഡിഹൈഡ് എന്ന് വെച്ചാൽ CH3CHO ആണ്. അസറ്റാൽഡിഹൈഡില് ആൽഡിഹൈഡ് അറ്റാച്ച് ചെയ്ത ആൽഫ ഉണ്ട്, ആൽഫയിൽ 3 H ഉണ്ട്. ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ കാനിസാരോ നടക്കൂല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ഈസ് കറക്റ്റ് ആൻസർ. 61ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following factor is not responsible for the denaturation of protein? ബയോമോളിക്യൂൾ എന്നുള്ള ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീന് പിന്നെ യൂസ് ചെയ്യാത്തത് ഏതെന്നാ, റെസ്പോൺസിബിൾ അല്ലാത്തത്. ഹീറ്റ് എന്തായാലും നിങ്ങൾക്ക് അറിയാം, ചൂടാക്കിയിട്ട് നടക്കുന്നുണ്ട്. pH ചേഞ്ച് നിങ്ങൾക്ക് അറിയാം. സോൾവെന്റുകൾ ഉപയോഗിച്ച് നടത്താം. ചാർജ് ആയിരുന്നു കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ അതായത് ചാർജ് ഒക്കെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അമിനോ ആസിഡ്സ് ഒക്കെ പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്ത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി, ഹൈഡ്രജൻ ബോണ്ടിങ് ഒക്കെ സ്റ്റെബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെങ്കിലും
ഒരിക്കലും ചാർജ് എന്തിന്റെ ഫാക്ടർ അല്ല കുട്ടികളെ, ഡീനാച്ചുറേഷനുള്ള ഫാക്ടർ അല്ല. സോ ഓപ്ഷൻ 2 ഈസ് കറക്റ്റ് ആൻസർ. ദ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് ഓഫ് ദി കോമ്പൗണ്ട്, നല്ല ക്വസ്റ്റ്യൻ ആണ്. സ്റ്റീരിയോ ഐസോമേഴ്സ് എത്ര ഉണ്ട് എന്നാണ് ശ്രദ്ധിക്കാം. സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് വെച്ചാൽ അത് അവിടെ എന്തൊക്കെ കൺസിഡർ ചെയ്യാം, ജോമെട്രിക്കൽ ഐസോമേഴ്സും കൺസിഡർ ചെയ്യാം, ഒപ്റ്റിക്കൽ ഐസോമേഴ്സും കൺസിഡർ ചെയ്യാം, കൺഫർമേഷൻ ഉണ്ടെങ്കിൽ അത് കൺഫർമേഷൻ അങ്ങനെ കൺസിഡർ ചെയ്യല്ല. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, സ്റ്റീരിയോയിൽ മെയിനായിട്ട് ജോമെട്രിക്കലും ഒപ്റ്റിക്കലും ആണ് നമ്മൾ കൺസിഡർ ചെയ്യാറ്. ഓക്കെ, ഇനി ഇത് ജോമെട്രിക്കൽ ഐസോമേഴ്സ് കാണിക്കും അല്ലേ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. സി ഡബിൾ ബോണ്ട് സി ആയും കൊണ്ട് ജോമെട്രിക്കൽ ഐസോമേഴ്സ് കാണിക്കും അല്ലേ, ഡബിൾ ബോണ്ട്. ദെൻ അതുപോലെ തന്നെ സൈക്ലോ ആൽക്കൈന് അല്ലേ, ഓക്സൈമുകൾ, ഇതൊക്കെ തന്നെ എന്ത് കാണിക്കാറുണ്ട്, നമ്മുടെ ജോമെട്രിക്കൽ ഐസോമർസും. സിസ് ട്രാൻസ് ഐസോമർസ് ആർ ആന്റി സിൻ ആന്റി ഐസോമർസ് എന്നൊക്കെ പറയാറുണ്ട്. ഇസെഡ് നൊട്ടേഷൻ എന്നൊക്കെ പറയും അല്ലേ. ഡബിൾ ബോണ്ട് ഒരു കാർബണിന്റെ മുകളിൽ, ഫസ്റ്റ് കാർബണിന്റെ മുകളിൽ ആരൊക്കെ ഉള്ളത്, C6H5 ബെൻസീൻ റിംഗ് ഉണ്ട്. ദെൻ അതുപോലെ ഒരു H ഉണ്ട്. രണ്ടാമത്തെ കാർബണിന്റെ മുകളിൽ H ഉണ്ട്. പിന്നെ ആരുണ്ട് കുട്ടികളെ, CH, Cl, C2H5. ഇതാണല്ലോ കോമ്പൗണ്ട്. ഞാനൊന്ന് മാറ്റി ജസ്റ്റ് ഒന്ന് വരച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഒന്നാമത്തെ കാർബണിന്റെ മുകളിൽ രണ്ട് ഗ്രൂപ്പും ഡിഫറെന്റ് അല്ലേ. ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ മുകളിൽ ഫസ്റ്റ് കാർബണിന്റെ മുകളിൽ ഡിഫറെന്റ് ഗ്രൂപ്പാ, സെക്കൻഡ് കാർബണിന്റെ മുകളിലും ഡിഫറെന്റ് ഗ്രൂപ്പാ. സോ ഇറ്റ് ഈസ് ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കും, ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കും. ഞാനിപ്പോ വരച്ചത് ഏതാ, 2H ഓപ്പോസിറ്റ് അല്ലേ, അപ്പൊ അത് ട്രാൻസാ. അപ്പൊ 2H സെയിം സൈഡ് വന്നൂടെ, സിസ്സും ആവാം. അപ്പൊ ട്രാൻസും ഉണ്ടാവും സിസ്സും ഉണ്ടാവും. അപ്പൊ നമ്പർ ഓഫ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് അല്ലേ, നമ്പർ ഓഫ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഈക്വൽ ടു 2n എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ട് അല്ലേ. ഇപ്പൊ 2 ഒരു ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് 2 ഐസോമേഴ്സ് ഉണ്ടാവും, ശരിയല്ലേ. ഒരു സിസ്സും ഉണ്ടാവും, ഒരു ട്രാൻസും ഉണ്ടാവും. സാറേ കഴിഞ്ഞോ, ഇല്ല. ചോദ്യം സ്റ്റീരിയോ ഐസോമേഴ്സിനാ. വെറും ജോമെട്രിക്കൽ നോക്കിയാൽ മതിയോ, പോരാ. എന്ത് നോക്കണം, ഒപ്റ്റിക്കൽ നോക്കണം. ഒപ്റ്റിക്കലിന്റെ കണ്ടീഷൻ എന്താ, അസിമെട്രിക് കാർബൺ വേണം അല്ലെ കൈറാൽ കാർബൺ വേണം. അസിമെട്രിക് കാർബൺ എന്തെങ്കിലും ഉണ്ടോ, ഫസ്റ്റ് ബെൻസീൻ ആണ് ചെക്ക് ചെയ്യേണ്ട, ഹൈഡ്രജൻ ചെക്ക് ചെയ്യേണ്ട. കാർബൺ ഡബിൾ ബോണ്ടഡ് കാർബൺ ഒരിക്കലും കാണിക്കൂല. പിന്നെ ഈ കാർബൺ ആണ് ഒരു ചാൻസ് ഉള്ളത്. ആ കാർബണിന്റെ മുകളിൽ 4 ഡിഫറെന്റ് ആണോ നോക്കൂ. സോ അസിമെട്രിക് കാർബൺ ആണോ, ഓക്കെ അസിമെട്രിക് കാർബൺ ആണോ നോക്കൂ. എന്താടാ നോക്കൂ, ഈ കാർബണിന്റെ മുകളിൽ ആരൊക്കെ ഉള്ളത്, ഒന്ന് ക്ലോറിൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഈഥൈലുണ്ട്, ആരോ ഒരാളായിക്കോട്ടെ അല്ലേ. അപ്പൊ ഈ കാർബണിന്റെ മുകളിൽ 4 ഡിഫറെന്റ് അല്ലേ കുട്ടികളെ. സോ അസിമെട്രിക് കാർബൺ ആണ്. ഇത് അസിമെട്രിക് കാർബൺ ആയതുകൊണ്ട് അതെന്താ കുട്ടികളെ, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ് കേട്ടോ, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്നായിരുന്നു. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെങ്കിലും 2n എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് അവിടെ യൂസ് ചെയ്യുക. സോ 2n വെച്ചാൽ എത്ര അസിമെട്രിക് കാർബൺ, ഒരു അസിമെട്രിക്, അപ്പൊ 2 ഐസോമേഴ്സ് ഉണ്ടാവും, ഡെക്സ്ട്രോയും ഉണ്ടാവും, ലീവോയും ഉണ്ടാവും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഐസോമേഴ്സ് ചോദിക്കുമ്പോൾ 4 ആയിരുന്നു കറക്റ്റ് ആൻസർ. 2 ജോമെട്രിക്കലും 2 ഒപ്റ്റിക്കലും. നല്ല ക്വസ്റ്റ്യൻ ആട്ടോ, നല്ല ക്വസ്റ്റ്യൻ ആണ്. 63ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ആരോമാറ്റിക് സ്പീഷീസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഹൈഡ്രോ കാർബണിൽ ആരോമാറ്റിസിറ്റി. ഇതിൽ ആരാണ് ഏറ്റവും എന്താണ് ആരോമാറ്റിക് ആയത് ഏതാന്ന് കണ്ട് മനസ്സിലാകുന്നവരുണ്ടാവും. എനിക്ക് നോട്ടത്തിൽ ആൻസർ ആയിട്ടുണ്ട്, കുട്ടിയൊക്കെ ആൻസർ ആയിട്ടുണ്ടാവാം, എക്സാം ഹാൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. ആദ്യം തന്നെ അല്ലേ ആരോമാറ്റിക് ആവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു, 4n+2 അല്ലേ. ഹക്കൽസ് റൂൾ ഒബേ ചെയ്യുക, കോൺജുഗേറ്റഡ് ആവണം, 4n+2 ഒബേ ചെയ്യണം, സൈക്ലിക് ആവണം, പ്ലാനർ ആയിരിക്കണം അല്ലേ. ഓക്കെ, ആദ്യം തന്നെ പൈലട്രോൺ ഒന്ന് ചെക്ക് ചെയ്യുക അല്ലേ. പൈലട്രോൺ ഈസ് ഈക്വൽ ടു ഇവിടെ 1 2 3 4, ഇവിടെ 2 5 6, ഇവിടെ 2 7 8 ഇലക്ട്രോൺ ഉണ്ട്. 8 എന്ന് വെച്ചാൽ 4n ആണോ 4n+2 ആണോ, 4n സീരീസാ. 4n സീരീസ് ആണെങ്കിൽ അതെന്താ, ആന്റി ആരോമാറ്റിക്ക ശരിയല്ലേ. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ 1 2 3 4 ഇലക്ട്രോണേ ഉള്ളൂ. ഈ പ്ലസ് ഒരിക്കലും പൈ ഇലക്ട്രോണിൽ കൂട്ടൂല, നിങ്ങൾക്കറിയാം. 4 പൈ ഇലക്ട്രോൺ ആണുള്ളത്. 4 പൈ ഇലക്ട്രോൺ ആണെങ്കിൽ അതെന്താണ് അല്ലെ, കോൺജുഗേറ്റഡ് ബാക്കിയൊക്കെ ആണ്. 4n സീരീസ് ആണോ 4n+2 ആണോ, 4n ആണ്. 4 എന്ന് വെച്ചാൽ 4 8 12 16 20 അല്ലേ, അതാണല്ലേ 4n സീരീസ്. അപ്പൊ അതിൽ വരുന്നതും കൊണ്ട് അത് എന്തായിരിക്കും, ആന്റി ആരോമാറ്റിക് ആയിരിക്കും, ശരിയല്ലേ. ഓക്കെ, നെക്സ്റ്റ് 1 2 3 4 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. 4 ഇലക്ട്രോൺ ആണെങ്കിൽ വീണ്ടും 4n സീരീസാ. അപ്പൊ ഇതെന്ന് വെച്ചാൽ 1 2 2 ഉള്ളൂ, ബാക്കി പ്ലസ് ആ. അപ്പൊ 2 ഇലക്ട്രോൺ എന്ന് വെച്ചാൽ അതേതാ, 4n ആണോ
അല്ല 4, 8, 12 വരൂലല്ലോ. പക്ഷെ 4n+2 വരൂലേ? ആണോ? ചെക്ക് ചെയ്യാം. എന്നിന് 0 കൊടുത്തോളൂ. അപ്പൊ എത്ര ഉണ്ടാവും? 4 × 0, 0+2 എത്ര ഉണ്ടാവും? 2 ഉണ്ടാവും. കറക്റ്റ് ആണ്. സോ വിച്ച് മീൻസ് ഫോർത്ത് വൺ ആരോമാറ്റിക്. റീസൺ എന്താ? 4n+2 സീരീസിൽ വരും. ബാക്കി 3 4n സീരീസിലാണ് വരിക. 4n സീരീസ് ആണ് ആന്റി ആരോമാറ്റിക്ക. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫെയിൽ ആകുകയാണെങ്കിൽ അത് നോൺ ആരോമാറ്റിക്ക. സൈക്ലോക്ടാ, ടെട്രൈൻ, ടബ് ലൈക്ക് സ്ട്രക്ചർ ആണെന്നൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ റേഷ്യോ ഓഫ് 2 carbon 2 electron bond to the 2 centered 2 electron bond to the 3 centered 2 electron bond in B2H6. നമുക്ക് ഡിലീറ്റഡ് ടോപ്പിക് ആണ്. ഡിലീറ്റഡ് ടോപ്പിക് മീൻസ് നമുക്ക് എൻട്രൻസിന് പി ബ്ലോക്ക് ചാപ്റ്റർ ആയിട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ B2H6 ഡൈബോറൈനിൽ മുമ്പൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ആയിരുന്നു. പക്ഷെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് അല്ലെ റിപ്പീറ്റേഴ്സിന് മാത്രം NCERT എന്നൊക്കെ ഒഴിവാക്കിയ ടോപ്പിക് ആയിരുന്നു. അവ 2 centered 2 electron ഉണ്ട്, 3 centered 2 electron ഉണ്ട് അല്ലേ? ഓക്കെ, B2H6ന്റെ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാവുക? BH H H H BH H. ഇതല്ലേ B2H6 ഡൈബോറൈൻ എന്ന് പറയൂ അല്ലേ? B2H6 ഇതിൽ ഈ സൈഡിലുള്ള ബോറോൺ ഹൈഡ്രജൻ ബോണ്ട് 2 ഇലക്ട്രോൺ ആണ്. കറക്റ്റ് ആണ്. ഇതും 2 ഇലക്ട്രോൺ ആണ്. ഓക്കെ, ഇതും 2 ഇലക്ട്രോൺ ആണ്. ഓക്കെ, ഇതും 2 ഇലക്ട്രോൺ ആണ്. ഓക്കെ, ഇതും 2 ഇലക്ട്രോൺ തന്നെയാണ്. ഇലക്ട്രോണിന്റെ എണ്ണത്തിൽ വ്യത്യാസമൊന്നുമില്ല. അല്ലെങ്കിൽ ഇതിലും 2 ഇലക്ട്രോൺ ഉണ്ട്, ഇതിലും 2 ഇലക്ട്രോൺ ഉണ്ട്. രണ്ടും ഇലക്ട്രോൺ സെയിമാ. പക്ഷെ അതിൽ എത്ര സെന്റർ ഉണ്ട് എന്നല്ല. ഓക്കെ, സോ ഫസ്റ്റത്തെ നോക്കൂ കുട്ടികളെ. 1, 2 ആറ്റം അല്ലല്ലോ. ഈ ബോണ്ടിൽ എത്ര ആറ്റങ്ങൾ ഉണ്ട്? 2 ആറ്റങ്ങൾ. ഇവിടെയോ 2 ആറ്റംസ്. ഇവിടെ 2 ആറ്റം, ഇവിടെ 2 ആറ്റം. സോ ഇല്ലേ 2 സെന്റേഡ് 2 ആറ്റമുള്ള 2 സെന്റേഡ് 2 ഇലക്ട്രോൺ ബോണ്ട് എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ശരിയല്ലേ? ഇവിടെ 2 BH ഉം ഇവിടെ 2 BH ഉം. ഓക്കെ, ഇനി ഇതിന്റെ കേസിൽ എന്താ കുട്ടികളെ? ബോറോൺ ഹൈഡ്രജൻ ബോറോൺ ഇങ്ങനല്ലേ? ഓക്കെ, 1, 2, 3 ആറ്റംസ് ഉണ്ട്. ശരിയല്ലേ? സോ ഇറ്റ് ഈസ് 3 സെന്റേഡ്. എത്ര ഇലക്ട്രോൺ ഉള്ളത്? 2 ഇലക്ട്രോൺ തന്നെ കേട്ടോ. 3 സെന്റേഡ്. ഇതൊരു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്. ഇങ്ങനെ ബനാന ലൈക്ക് ബോണ്ടിങ് ഒക്കെ പോലെ കൺസിഡർ ചെയ്യുക. ഒറ്റ ബോണ്ടാ അത്. ഓക്കെ, സോ 3 സെന്റേഡ് 2 ഇലക്ട്രോൺ എത്ര ബോണ്ട് ഉണ്ടാവും? ഒരു ബോണ്ട് ഇവിടെ ഉണ്ട്, ഒരു ബോണ്ട് താഴെ ഉണ്ടാവും. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ടാവും? 2 ഉണ്ടാവും. ശരിയല്ലേ? സോ ടോട്ടൽ ചോദ്യം എന്താണ്? ദ റേഷ്യോ ഓഫ് 2 സെന്റേഡ് 2 ഇലക്ട്രോൺ ബോണ്ട് ആൻഡ് 3 സെന്റേഡ് 2 ഇലക്ട്രോൺ. അപ്പോൾ 4:2 ഉണ്ടാവും, വിച്ച് ഈസ് ഈക്വൽ ടു 2:1 ഉണ്ടാവും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ഈസ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4 കറക്റ്റ് ആയിരുന്നോ? യെസ്. നെക്സ്റ്റ് 65ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാണ്. പെപ്റ്റൈഡ് ലിങ്കേജ് ബിറ്റ്വീൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമ്മുടെ എവിടുന്ന് ചോദിച്ചതാ? നമ്മുടെ ബയോമോളിക്യൂൾ പ്രോട്ടീൻസിന്റെ ഭാഗത്ത് തന്നെയാണ് ആ ക്വസ്റ്റ്യൻ. പിന്നെ പെപ്റ്റൈഡ് ലിങ്കേജ് അല്ലേ? പിന്നെ കുട്ടിക്ക് ഓർമ്മ ഉണ്ടാവും, ഒരു COOH ഒരു ആസിഡും ദെൻ അതേപോലെ തന്നെ പെപ്റ്റൈഡ് എന്ന് വെച്ചാൽ ഒരു അമൈഡ് ലിങ്കേജ് ആണ്. സിമ്പിളായിട്ട് അങ്ങനെ പറഞ്ഞാൽ പോരെ. അമൈഡ് ലിങ്കേജിനാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് നിങ്ങൾക്ക് അറിയാം. അതേപോലെ തന്നെ അമൈഡ് ലിങ്കേജിന് പറയുന്ന പേരാ പെപ്റ്റൈഡ്. പെപ്റ്റൈഡ് പോളിപെപ്റ്റൈഡ് ആണല്ലോ. പ്രോട്ടീൻസ് ആർ പോളിപെപ്റ്റൈഡ്സ് അല്ലേ? ഓക്കെ, അപ്പോൾ പിന്നെ അമൈഡ് ലിങ്കേജ് കിട്ടണമെങ്കിൽ ആരും നമ്മൾ റിയാക്ട് ചെയ്യണം നോക്കാം. ഓപ്ഷൻ എ തന്നെ എടുത്ത് നോക്കാം. ആസിഡും അമൈനും അല്ലേ? ആസിഡും അമൈനും തമ്മിൽ റിയാക്ട് ചെയ്ത് എന്താ സംഭവിക്കുക? കുറെ അമൈഡ് കിട്ടാൻ ചാൻസ് ഉണ്ടാവും. അപ്പൊ നോക്കാം, ഇതിന്റെ OH-ഉം ഇതിന്റെ H-ഉം എന്തായി പോകും കുട്ടികളെ? വാട്ടർ ആയിട്ട് പോയാൽ എന്ത് കിട്ടും? RCON അല്ലേ? NH-ന്റെ ഏതാ? ഈ N ആണ് എടുത്തത്. N, പിന്നെ ഒരു H ആണ് ഉണ്ട്, പിന്നെ ആരുണ്ട്? R എന്നുണ്ട്. ഇതെന്താ സാധനം? അമൈഡ് ലിങ്കേജ് അല്ലേ? CONH2 എന്ന് വെച്ചാൽ അതെന്താ? അമൈഡ് ആണ്. അമൈഡ് പോളി അല്ലേ? അമൈഡിന്റെ ലിങ്കേജിന് പറയുന്ന പേരാണ് പെപ്റ്റൈഡ് ലിങ്കേജ്. സോ ഓപ്ഷൻ 1 എന്നാ കറക്റ്റ്. ആസിഡും ആൽക്കഹോളും കൂടി എസ്റ്റർ ഉണ്ടാകുക. എസ്റ്റർ ബോണ്ട് അല്ല. ഓക്കെ, ആസിഡും ആലോ ആൽക്കൈനും തമ്മിൽ നോർമലി റിയാക്ഷൻ തന്നെ ഡിഫിക്കൽട്ട് ആണ്. പിന്നെ RCOH-ഉം RCOR-ഉം തമ്മിൽ ആസിഡും എസ്റ്ററും തമ്മിലുള്ള റിയാക്ഷൻ ആണ്. അങ്ങനെ ഒരു റിയാക്ഷൻ നമ്മൾ ആസിഡിനെ ആൽക്കഹോളും തമ്മിൽ റിയാക്ട് ചെയ്യാന്നല്ലാതെ ആസിഡ് എസ്റ്ററും തമ്മിലുള്ള റിയാക്ഷൻ ഇല്ല, കോമൺലി ഇല്ല. ഓപ്ഷന് വേണ്ടി ഉണ്ടാക്കിയെടുത്തതായിരിക്കും. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. കൺസിഡർ ദ റിയാക്ഷൻസ്. എന്തായാലും കൺവേർഷൻ ഉണ്ടാവും, ഉറപ്പാണ്. 2 ക്വസ്റ്റ്യൻ ഓർഗാനിക് 16 ക്വസ്റ്റ്യൻ നീറ്റിൽ വരുന്നതിൽ 2 കൺവേർഷൻ ആയിരിക്കും. ശ്രദ്ധിക്കണം കേട്ടോ. സോ റെഡ് ഡോട്ട് അയൺ ട്യൂബ് എന്ന് കണ്ടാൽ കുട്ടിക്ക് ബെൻസീൻ അങ്ങ് എഴുതാം. പക്ഷെ ഒന്നുകൂടി റിയാക്റ്റഡ് നോക്കുക. C2H2. അപ്പോൾ ഉറപ്പിക്കാം. CH ട്രിപ്പിൾ ബോണ്ട് CH ഈതൈനിനെ സൈക്ലിക് പോളിമറൈസേഷൻ നടത്തിയാൽ ബെൻസീൻ കിട്ടും. സോ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് എന്തായിരുന്നു? ബെൻസീൻ ആയിരുന്നു. സൈക്ലിക് പോളിമറൈസേഷൻ ഹൈഡ്രോകാർബൺ.
നെക്സ്റ്റ് CH3Cl in anhydrous Cl3 അല്ലേ. anhydrous Cl3 is called Friedel-Crafts reagent. കുട്ടിയൊക്കെ ഓർമ്മയുണ്ട്, ഇത് ഗട്ടർമാൻ കോച്ചിലിൻ റിയേജന്റ് anhydrous Cl3 ആണ്. ഓക്കെ, anhydrous Cl3 എന്താ ചെയ്യുക? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ഓന് ഇഷ്ടം ആരോടാ? റിച്ചിനോടാണ്. റിച്ചായ ക്ലോറിനെ AlCl3 അങ്ങ് കൊണ്ടുപോകും. AlCl4 മൈനസ് ആവും. CH3ക്ക് എന്തുണ്ടാവും? പ്ലസ് ഉണ്ടാവും. അപ്പോൾ ബെൻസീൻ ഇഷ്ടം പ്ലസിനോടാണ്, ഇലക്ട്രോഫൈലിനോടാണ്. അപ്പോൾ ബെൻസീൻ്റെ മുകളിലൊക്കെ പ്ലസ് വരും. സോ ദ പ്രോഡക്റ്റ് ഈസ് ടൊളുവീൻ. ബി എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ടൊളുവീൻ ആയിരുന്നു. ഫിഡോകാഫ്റ്റ് ആൽക്കൈലേഷൻ. പിന്നെ കേമനോഫർ ഈസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. നല്ലോണം ഓക്സിഡേഷൻ നടക്കും. അപ്പോൾ ഈ CH3 നല്ലപോലെ ഓക്സിഡേഷൻ നടത്തിയാൽ ഓ കയറി വരും. COOH അമ്മോ, 2 O ഒക്കെ കയറി വരും അല്ലേ. COOK ആവും. അസിഡിഫൈ ചെയ്യുമ്പോൾ COOH ആവും. ഓപ്ഷനിൽ മോർ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 3 ഈസ് കറക്റ്റ് ആൻസർ. ശരിക്കും COOK പിന്നെ അസിഡിഫൈ ചെയ്തിട്ട് COH ആയി മാറുക ചെയ്യേണ്ടി അല്ലേ. ഓക്കെ, എന്തായാലും ഇതിൽ ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. ഓക്കെ, യെസ്. 67ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ നമ്പർ ഓഫ് മോണോക്ലോറോ ഡെറിവേറ്റീവ് എക്സ്ക്ലൂഡ് സ്റ്റീരിയോ ഐസോമേഴ്സ് ഓഫ് ഐസോബ്യൂട്ടൈൻ ഈസ് എന്നാണ്. ഐസോബ്യൂട്ടൈൻ അതായത് സ്റ്റീരിയോ ഐസോമർസങ്ങൾ കൺസിഡർ ചെയ്യാതെ ഐസോബ്യൂട്ടൈന് എത്ര മോണോക്ലോറോ ഡെറിവേറ്റീവ് ഉണ്ടാവും? പല കുട്ടികളും ചോദിക്കാറുണ്ട്, മോണോക്ലോറോ ഡെറിവേറ്റീവ് എന്താ സാറേ ഉദ്ദേശിക്കുന്നത്? ഐസോബ്യൂട്ടൈൻ്റെ സ്ട്രക്ചർ ആദ്യം, ഐസോ മീൻസ് CHന്റെ മുകളിൽ 2 CH3 ഗ്രൂപ്പ് വന്നാൽ ആ ഗ്രൂപ്പിന് പറയുന്ന പേരാണ് ഐസോ അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര കാർബണാണുള്ളത്? 4 കാർബൺ ആയതുകൊണ്ട് ഐസോബ്യൂട്ടൈൻ. ഇതാണ് കോമ്പൗണ്ട്. സോ എനിക്ക് വേണം ഇങ്ങനെയൊക്കെ എഴുതാം. ഇത് രണ്ടും ഒന്ന് തന്നെ, സെയിം ആ. നോക്കൂ കുട്ടികളെ, CHന്റെ മുകളിൽ CH3 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 ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒന്നുകൂടിയും മനസ്സിലാക്കാം. ഈ CH3യും ഈ CH3യും ഈ CH3യും സിമിലർ ആണ്, ഒരേ ടൈപ്പാ. അപ്പൊ ഈ CH3യും ഈ CH3യും ഈ CH3യും ഒരേ ടൈപ്പാ. ഇവിടെ എച്ചിനെ മാറ്റി ക്ലോറിൻ വന്നാൽ 1 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പൈൻ ഉണ്ടാവും. 1 2 3 അല്ലേ. 1 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പൈൻ ശരിയാണോ നോക്കൂ. ഇനി ഈ എച്ചിനെ മാറ്റി ക്ലോറിൻ വന്നാലും 1 2 3 1 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പൈൻ അത് തന്നെ. ഈ എച്ചിനെ മാറ്റി ക്ലോറിൻ വന്നാലും 1 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പൈൻ, മൂന്നും സെയിമാ. മോണോക്ലോറോ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു എച്ചിനെ മാറ്റിയിട്ട് ഒരു ക്ലോറിൻ വരിക, മോണോക്ലോറോ ഡെറിവേറ്റീവ്. അപ്പോൾ ഇവിടെ ഒരു ക്ലോറിൻ വന്നാലും അല്ലേ ഒരു ചാൻസ് ഇവിടെ ക്ലോറിൻ വരുന്നതാണ്. അത് മൂന്നും ഒരേ ടൈപ്പാണ്. ഇനി വേറൊരു ചാൻസ് എന്ന് വെച്ചാൽ ഇവിടെ ക്ലോറിൻ വരുന്നതാണ്, അത് വേറെ തന്നെ 2 പൊസിഷൻ. ഓക്കെ, അതായത് ഈ എച്ചിനെ മാറ്റിയിട്ട് ക്ലോറിൻ വരുന്ന വേറെ പ്രൊഡക്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പ്രൈമറിയും ഈ പ്രൈമറിയും ഈ പ്രൈമറിയും സിമിലറും ഈ ടെർഷ്യറി വേറൊന്നും. അപ്പോൾ ടോട്ടൽ 2 പ്രൊഡക്റ്റേ ഉണ്ടാവും. ഹൗ മെനി മോണോക്ലോറോ ഡെറിവേറ്റീവ്സ്? ഈ എക്സ്ക്ലൂഡിങ് സ്റ്റീരിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിലും സ്റ്റീരിയോ ഇവിടെ കിട്ടാൻ പണിയാണ് കേട്ടോ, നോക്കണേ. പക്ഷേ അല്ലല്ല, സ്റ്റീരിയോ ഐസോമേഴ്സ് ചെക്ക് ചെയ്യണം, ശ്രദ്ധിക്കണം. ഐസോമേഴ്സ് പോസിബിൾ ആണ്. ഐസോ ബ്യൂട്ടൈൻ ആയതുകൊണ്ട് ഉണ്ടാവില്ല, ഐസോ പെൻറ്റൈനിലുണ്ട്. ഓപ്റ്റിക്കൽ ഐസോമർസം വരും, അസിമെട്രിക് കാർബൺ ചെക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പോലെ എക്സ്ക്ലൂഡിങ് സ്റ്റീരിയോ ഐസോമർസം എന്ന് പ്രത്യേകം പറഞ്ഞു കേട്ടോ, ചെക്ക് ചെയ്യാം. സോ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് മോസ്റ്റ് അസിഡിക് എന്നാണ് 68ാമത്തെ ക്വസ്റ്റ്യൻ. ഏതാണ് നല്ല ആസിഡ് എന്നാണ് ചോദ്യം അല്ലേ. ഓക്കെ, ഇപ്പൊ COH ഉണ്ട്, COH ഉണ്ട്, COH ഉണ്ട്, COH ഉണ്ട്. ബെൻസീൻ റിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് റെസനൻസ് അപ്ലൈ ചെയ്യണ്ട. അപ്പൊ നമ്മൾ എന്താ നോക്കേണ്ടി? ഇൻഡക്റ്റീവ്. ഏറ്റവും നല്ല എഫക്റ്റ് റെസനൻസ് ആണ്, റെസനൻസ് ആദ്യം നോക്കേണ്ടത്. പക്ഷേ ഇവിടെ റെസനൻസിന് റോളൊന്നുമില്ല, അപ്പൊ ഇൻഡക്റ്റീവ് നോക്കണം. ഇൻഡക്റ്റീവില് CCl3 അമ്മോ നല്ല ഇലക്ട്രോൺ വിട്രോയിങ് ഗ്രൂപ്പാണ്, -I ഗ്രൂപ്പാണ്. ഇൻഡക്റ്റീവ് എഫക്റ്റിന് എന്ത് റൂൾ നോക്കണം? DNP റൂൾ നോക്കണം. D ഫോർ ഡിസ്റ്റൻസ്, ആദ്യം ഡിസ്റ്റൻസ് ആണ് നോക്കേണ്ടത്. സെക്കൻഡ് വൺ നമ്പർ ആണ്. ദെൻ 3 പ്രയോറിറ്റി ആണ്, P പ്രയോറിറ്റി ആണ്. തിയറിയൊക്കെ അങ്ങ് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ആദ്യം എല്ലാം ഒരേ ഡിസ്റ്റൻസിലാന്ന് തോന്നുന്നു. COHന്റെ നേരെപ്പുറത്തെ കാർബൺ, COHന്റെ നേരെപ്പുറത്തെ കാർബൺ, COHന്റെ നേരെ ഇപ്പുറത്തെ അടുത്തുള്ള കാർബൺ, COHന്റെ നേരെ ഇപ്പുറത്തുള്ള കാർബൺ, എല്ലാം CH3ന്റെ നേരെ അടുത്തായത് കൊണ്ട് നമ്പർ ഇവിടെ പ്രശ്നമില്ല. ഇവിടെ ഇതിൻ്റെ ഒരു ആവശ്യം ഇല്ല. ഓക്കെ, സാധാരണ ശ്രദ്ധിക്കണം, പൊസിഷൻ കൂടി നോക്കണം. സോ ഇല്ല ഏറ്റവും നല്ല വിട്രോയിങ് ഗ്രൂപ്പ് ഇലക്ട്രോൺ വിട്രോയിങ് ഗ്രൂപ്പ് ആകുമ്പോൾ അസിഡിറ്റി കൂടും. അതാണ് ഏറ്റവും ഈസി അല്ലേ. ബേസിസിറ്റി കുറയും. ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ആകുമ്പോൾ ബേസിസിറ്റി കൂടും, അസിഡിറ്റി കുറയുകയും ചെയ്യും. ഓക്കെ, എങ്ങനെയല്ലേ? കുട്ടികളെ പറയല ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇതാ ഇലക്ട്രോൺ വിട്രോയിങ് ഗ്രൂപ്പ് ആകുമ്പോൾ അസിഡിറ്റി കൂടും, അത് മാത്രം പഠിച്ചാൽ മതി. എക്സാമിന് അത് വെച്ച് 4 പോയിന്റ് ഒപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇലക്ട്രോൺ വിട്രോയിങ് ഗ്രൂപ്പ്, ഏറ്റവും നല്ല വിട്രോയിങ് ഗ്രൂപ്പ് 3 ക്ലോറിൻ വലിക്കും. 3 ക്ലോറിൻ അടുത്തുനിന്ന് വലിക്കും. -I എഫക്റ്റ് കൂടും, അസിഡിറ്റി കൂടും. CCl3 അടിപൊളിയാണ്. അപ്പൊ DNP റൂൾ ഓർക്കണം കേട്ടോ, ശരിക്കും ക്വസ്റ്റ്യന് വേണ്ട. ഓക്കെ,
69ാമത്തെ 69th ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ശ്രദ്ധിക്കണം, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് SN2 റിയാക്ഷൻ എന്നാണ് ചോദ്യം. ഓക്കെ, സോ SN2 റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആസ് വെൽ ആസ് കോൺസെൻട്രേഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ. SN2 SN2 എന്ന് വെച്ചാൽ സെക്കൻഡ് ഓർഡറാ. സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കൈനറ്റിക്സ് പ്രകാരം കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈനും ഉണ്ടാവും, കോൺസെൻട്രേഷൻ ഓഫ് ന്യൂക്ലിയോഫൈലും വേണം. കാരണം എന്താ, സെക്കൻഡ് ഓർഡർ ആണ്. അപ്പൊ രണ്ടാളെയും പവർ നോക്കണം. ചോദ്യം എന്താ, SN2 റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആസ് വെൽ ആസ് കോൺസെൻട്രേഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ. ശരിയാണത്, ആൻസർ അല്ല, ഇൻകറക്റ്റ് ആണ് ചോദിച്ചത് അല്ലേ. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആൽക്കൈൽ ഹാലൈഡ് ഗീവ്സ് കംപ്ലീറ്റ് ഇൻവേർഷൻ ഇൻ SN2. ശരിയാണ്, SN2 ഇൻവേർഷൻ ആണ്, വാൾഡൻ ഇൻവേർഷൻ എന്നാണ് പറയുക. കംപ്ലീറ്റ്ലി ഇൻവേർഷൻ തരും, കറക്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ്, ആൻസർ അല്ല. വീക്കർ ന്യൂക്ലിയോഫൈൽ ഫേവർ SN2. SN2 എന്ന് പറയുന്നത് റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂക്ലിയോഫിലിസിറ്റി ആണ്. നമ്മൾ മുകളിൽ എഴുതിയല്ലോ, SN2 അല്ലേ. അപ്പൊ റേറ്റ് ന്യൂക്ലിയോഫൈൽ നല്ല ന്യൂക്ലിയോഫൈൽ ആകുമ്പോൾ നല്ല റേറ്റ് ഉണ്ടാവുന്ന. ഇപ്പൊ ഇവര് ചോദിച്ചത്, ഇവര് പറഞ്ഞെന്താ, വീക്കർ ന്യൂക്ലിയോഫൈൽ ഫോളോ SN2. ഒരിക്കലും അല്ല, വീക്കർ ന്യൂക്ലിയോഫൈൽ SN1 ഫോളോ ചെയ്യുക. കാരണം അവിടെ റേറ്റിന് SN1 ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് ന്യൂക്ലിയോഫൈലിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യൂല. SN2 എന്ന് വെച്ചാൽ രണ്ടാളെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് നല്ല ന്യൂക്ലിയോഫൈൽ ആവണം. വീക്കർ ന്യൂക്ലിയോഫൈൽ ഒരിക്കലും ഫേവർ ചെയ്യൂല. സോ ഓപ്ഷൻ 3 ആണ് ഇൻകറക്റ്റ്, അതായിരുന്നു കറക്റ്റ് ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, 70ാമത്തെ ക്വസ്റ്റ്യൻ. ദ ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ഈസ്. ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് എൻ എസ്റ്റർ, എസ്റ്ററിന്റെ ആസിഡ് ഹൈഡ്രോളിസിസ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് അല്ലെ. എസ്റ്റർ RCOORനെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ HOH എടുക്കുമ്പോൾ ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് കാറ്റലൈസ്ഡ് ആണ് അല്ലെ. ബോണ്ട് ബ്രേക്ക് ചെയ്ത് എന്തൊക്കെ ഉണ്ടാവും, RCOOH ആസിഡ് ഉണ്ടാവും, പ്ലസ് ROH ആൽക്കോളും ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ ഓർമ്മ ഉണ്ട്. സോ രണ്ടാളുണ്ടായും കൊണ്ട് ഇയാളും റിയാക്ടന്റ് ഉണ്ട്, ഇയാളും റിയാക്ടന്റ് ഉണ്ട്. സോ രണ്ട് റിയാക്ടന്റ് ഉണ്ടായും കൊണ്ട് മോളിക്കുലാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റിയാക്ടന്റ് A+B ആണ് അല്ലെ, 2 ആണ്. അപ്പൊ ഇറ്റ്സ് എ ബൈമോളിക്കുലർ റിയാക്ഷൻ. ശരിയാണ്. ഇനി അതേപോലെ ഇത് ഏത് ടൈപ്പ് റിയാക്ഷനാണ് ഫസ്റ്റ് ഓർഡർ അല്ലേ, ബൈമോളിക്കുലർ റിയാക്ഷൻ കറക്റ്റ് ആണ്. യൂണിമോളിക്കുലർ എന്തായാലും അല്ല. ബോത്ത് 1 and 2 ഉണ്ടായത് കൊണ്ട് നന്നായി ശ്രദ്ധിക്കണം, ഫസ്റ്റ് ഓപ്ഷൻ നോക്കണം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറയുന്നത്. ഇവിടുത്തെ റേറ്റ് ഇക്വേഷൻ എങ്ങനെയായിരുന്നു, റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ്റ്റർ മാത്രം ഡിപ്പെൻഡ് ചെയ്യൂ അല്ലേ. വെള്ളത്തിന്റെ കോൺസെൻട്രേഷൻ എന്തായിരുന്നു, ഇൻഡിപെൻഡന്റ് ആയിരുന്നു. റീസൺ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, അതുകൊണ്ടല്ല, എക്സ്പെരിമെന്റലി പ്രൂവ്ഡ്. വെള്ളം എത്ര ഒഴിച്ചിട്ടും റിയാക്ഷന്റെ റേറ്റിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നതുകൊണ്ട് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ. ദ റിയാക്ഷൻ ഈസ് ഒബ്സർവ്ഡ് ടു ബി ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി ഫോളോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സോ ഇറ്റ്സ് എ ബൈമോളിക്കുലർ റിയാക്ഷൻ. ഇറ്റ്സ് ഓൾസോ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. കറക്റ്റ് ആണ്. സോ ബോത്ത് 1 and 2 ആണ് കറക്റ്റ് ആൻസർ. 71ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇഫ് nitrogen and halogen both are present in an organic compound, then for a detection of halogen, the sodium extract is first boiled with concentrated nitric acid to decompose എന്നാണ് ചോദ്യം. അപ്പൊ കുട്ടിക്ക് ഓർമ്മ ഉണ്ടാവും, നൈട്രജന് ഹാലജൻ ഉണ്ട്, പിന്നെ അതുപോലെ നൈട്രജൻ ഉണ്ട്. അപ്പോൾ ഹാലജനെ ഒഴിവാക്കാനാണ് അതിനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് നൈട്രിക് ആസിഡ് ഒഴിച്ചാൽ അത് എന്ത് ചെയ്യും, അതിലുള്ള ഇടയിലുള്ള ആളുകളൊക്കെ തന്നെ ഡീകമ്പോസ് ചെയ്ത് പോകും. നൈട്രജൻ ഉണ്ടെങ്കിൽ അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ഓർമ്മ ഉണ്ടാവും, കാർബണും നൈട്രജനും പിന്നെ അതുപോലെ തന്നെ സോഡിയവും കൂടി ചേർന്ന് അല്ലേ, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് NaCN ആയിട്ട് മാറുക ചെയ്യുക. നൈട്രജൻ പ്രസന്റ് ഇൻ ദ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് കൺവേർട്ടഡ് ടു NaCN. നൈട്രജൻ ഹാലജൻ എന്ത് ചെയ്യും, ഡീകമ്പോസ് ചെയ്യും ബൈ യൂസിങ് HNO3. ഓക്കെ, സോ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഫസ്റ്റ് ബോയിൽഡ് വിത്ത് HNO3 ടു ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആരെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, NaCN ഡീകമ്പോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം ഹാലജന്റെ ഐഡന്റിഫിക്കേഷൻ ആണ് നൈട്രിക് ആസിഡ് ഉപയോഗിക്കുക. ഓക്കെ, ഹാലജന്റെ ഐഡന്റിഫിക്കേഷനിൽ ആദ്യം നൈട്രിക് ആസിഡ് ഒഴിക്കും, പിന്നെന്ത് ഒഴിക്കും, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ക്ലോറിൻ ആണ് വൈറ്റ് കേടി, ബ്രോമിൻ ആണ് പെയിൽ യെല്ലോ, അയഡിൻ ആണ് യെല്ലോ കളർ ഉണ്ടാവും. അപ്പോൾ ആ NaCN റിമൂവ് ചെയ്യാൻ വേണ്ടി, ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HNO3 യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് 72ാമത്തെ ക്വസ്റ്റ്യൻ, IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട്. ഫസ്റ്റ് എന്താ നോക്കണ്ടേ, പ്രയോറിറ്റി നോക്കണം. ആർക്കാ കുട്ടികളെ പ്രയോറിറ്റി, CN പ്രയോറിറ്റി ഇല്ലേ. 1 2 3 4 5 ഇങ്ങനെയല്ലേ നമ്പർ വരിക. പ്രയോറിറ്റി നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള CN നമ്പർ 1 കൊടുക്കുക. റെഡി. നെക്സ്റ്റ് 2 3 4 കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാം. അപ്പൊ 3 ആരുണ്ട്, CH3 മീഥൈലുണ്ട്. സോ ദ നെയിം ഓഫ് ദി കോമ്പൗണ്ട് 3 മീഥൈൽ എന്ന ഓപ്ഷൻ ആണ്. 3 മീഥൈൽ, 3 ഈഥൈൽ അല്ല,
2 ഇതിലല്ല. അപ്പോൾ 2 ഓപ്ഷൻ പെട്ടി. നെക്സ്റ്റ് എത്ര കാർബണാണുള്ളത്? 5 കാർബണുണ്ട്. അപ്പോൾ പെൻറ്റെയിൻ ആണ്, പെൻറ്റെയിൻ നൈട്രൈലാണ് ആൻസർ. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ് ആൻസർ. സുഖമായിരുന്നു, ഈസി ക്വസ്റ്റ്യൻ. 73ാമത്തെ ക്വസ്റ്റ്യൻ. സെലക്ട് ദി ഇൻകറക്റ്റ് ഓപ്ഷൻ ഫോർ ആൻ ഐഡിയൽ സൊല്യൂഷൻ ഒബ്റ്റൈൻഡ് ബൈ മിക്സിംഗ് 2 കോമ്പോണൻറ്റ്സ്. 2 കമ്പോണൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ ഡെൽറ്റ എച്ച് മിക്സ് 0 നിങ്ങൾക്കറിയാം, ഡെൽറ്റ വി മിക്സ് 0 നിങ്ങൾക്കറിയാം. ബാക്കി 2 ഉണ്ട്, അതിലേതാണെന്നുള്ളതാണ്. ഡെൽറ്റ ജി മിക്സ് എന്ന് വെച്ചാൽ <0 ആകുമ്പോൾ അത് സ്പോണ്ടേനിയസ് ആണ്, അങ്ങനെ റിയാക്ഷൻ നടക്കുന്നതാണ്. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് ആണ്. അപ്പോൾ ഇൻകറക്റ്റാ ചോദിച്ചാൽ അപ്പോൾ ഇതും ശരിയാണ്, സ്പോണ്ടേനിയസ് നടക്കും. കുട്ടികൾ മനസ്സിലാക്കുക. ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ, <0 എന്ന് അവര് കൊടുത്തത്. ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ എൻട്രോപ്പി അല്ലേ എപ്പോഴും കൂടുതലായിരിക്കും, 0നേക്കാൾ കൂടുതലായിരിക്കും, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഡിസൊല്യൂഷൻ ആണ്. അപ്പോൾ എൻ്റെ സൊല്യൂഷൻ്റെ കേസിലൊക്കെ തന്നെ ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ ഡെൽറ്റ എസ് മിക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ദ റേറ്റ് ഓഫ് SN2 റിയാക്ഷൻ ഫാസ്റ്റസ്റ്റ് ഫോർ. ഇതിൽ ആരാണ് SN2 ഫാസ്റ്റർ? SN2 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പോയിന്റ് ഉണ്ട്, കീ പോയിന്റ്. SN2 ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ബൾക്കിനെസ്. നല്ല ബൾക്കി ഗ്രൂപ്പ് ആണെങ്കിൽ, സൈസുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ റിയാക്ടിവിറ്റി കുറയുക SN2ൽ. എന്നാൽ SN1ന്റെ പ്രത്യേകത നല്ല ബൾക്കി ഗ്രൂപ്പ് ആകുമ്പോൾ റിയാക്ടിവിറ്റി കൂടുകയും ചെയ്യും അല്ലേ. ഇത് നല്ലൊരു ഐഡിയ കേട്ടോ, എപ്പോഴും ഒബ്ജക്റ്റീവിന് വേഗം ആൻസർ ആവാനുള്ള ഒരു ട്രിക്ക് അതാണ്. ഓക്കെ, അപ്പോൾ SN2 ഫാസ്റ്റസ്റ്റ് ഏതാണ്? SN2 ഫാസ്റ്റ് ആവണമെങ്കിൽ ബൾക്കിയർ ആവണോ അല്ലെങ്കിൽ ലെസ് ബൾക്കിയർ ആവണോ? ലെസ് ബൾക്കിയർ ആവണം. ലെസ് ബൾക്കിയർ ആകുമ്പോൾ ഫാസ്റ്റ് റിയാക്ഷൻ ഇൻവേഴ്സിലി ആണല്ലോ. സോ ഏറ്റവും ബൾക്കിനെസ് കുറവുള്ള, സൈസ് കുറവുള്ള ഓപ്ഷൻ ഏതാ? 4. കണ്ടറിയാം അല്ലേ. അപ്പോൾ മറ്റേതൊക്കെ സ്റ്റെറിക് റിപ്പൾഷൻ ഉണ്ടാവും. അത് കൺസെപ്റ്റ് തന്നെയാണ് ഈ പോയിന്റ് പറഞ്ഞത്. ഓക്കെ, 75ാമത്തെ ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് ഫാരഡേ റിക്വയർഡ് ടു റെഡ്യൂസ് 0.5 മോൾ ഓഫ് MnO2 ഈസ്. ചെയ്തിരുന്നോ? ഓക്കെ, അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഒന്ന് ക്വസ്റ്റ്യനിൽ. എന്തിനെ എന്തിലേക്ക് മാറ്റാന്ന് പോലും പറയുന്നില്ല ക്വസ്റ്റ്യനിൽ. MnO2 എന്ന് പറയുന്നുണ്ട്, എന്തിനേന്ന് പറയുന്നില്ല. അപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം ക്വസ്റ്റ്യൻ. ഒന്ന് MnO4 മൈനസിൽ നിന്ന് അല്ലെങ്കിൽ KMnO4ൽ നിന്ന് MnO2 ആക്കി മാറ്റാൻ വേണ്ടി എത്ര ഫാരഡേ യൂസ് ചെയ്യുന്നു അല്ലേ. നമ്പർ ഓഫ് ഫാരഡേ റിക്വയർഡ് ടു റെഡ്യൂസ് 0.5 മോൾ ആണ്. ഓക്കെ, ആദ്യം തന്നെ KMnO4ൽ മാംഗനീസിന് +7 അല്ലേ, MnO2ൽ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 അല്ലേ, കുട്ടികൾക്കൊക്കെ അറിയാലോ. +4 +3 ആവുക എന്ന് വെച്ചാൽ എത്ര കുറയുന്നത്? 3 കുറയുന്നുണ്ട്. വിച്ച് മീൻസ് 3 ഫാരഡ് 3 ഇലക്ട്രോൺ യൂസ് ചെയ്യുന്നുണ്ട്. 3 ഇലക്ട്രോൺ ഉപയോഗിക്കുമ്പോൾ ആണല്ലോ ഇങ്ങോട്ട് മാറുക. 3 ഇലക്ട്രോണിനെ വാങ്ങണമെങ്കിൽ 3 ഫാരഡ് വാങ്ങണം, 3 ഫാരഡ്. അപ്പോൾ 1 മോൾ കറസ്പോണ്ടിങ്, 1 KMnO4 കറസ്പോണ്ടിങ് 3 ഫാരഡ് വാങ്ങണം. അങ്ങനെയാണെങ്കിൽ ചോദ്യം 0.5 മോളാണ്. അപ്പോൾ 0.5 മോൾ ആണെങ്കിൽ അതിൻ്റെ നേരെ പകുതി മതി, 1.5 ഫാരഡ് മതി, 1.5 ഫാരഡ് മതി. കറക്റ്റ് അല്ലേ? ഓപ്ഷൻ 1 ആയിരുന്നു കറക്റ്റ് ആൻസർ. ചെയ്തിരുന്നോ? നെക്സ്റ്റ്, ഓൺ ഡിക്രീസിങ് ദി കോൺസെൻട്രേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ഓഫ് സൊല്യൂഷൻ. ഓക്കെ, വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ എന്തിനാ കോൺസെൻട്രേഷൻ കുറഞ്ഞു. കോൺസെൻട്രേഷൻ കുറയാന്ന് വെച്ചാൽ ഡിക്രീസിങ് കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ കുറയ്ക്കാന്ന് വെച്ചാൽ ഡൈല്യൂഷൻ കൂടുക എന്നർത്ഥം അല്ലേ. ഡൈല്യൂഷൻ കൂടുക. അപ്പൊ ഡൈല്യൂഷൻ കൂടുമ്പോൾ ഏത് പോയിന്റ് ആണ്, ഏത് ഇലക്ട്രോലൈറ്റിന്റെ അല്ലെ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ എന്താ സംഭവിക്കുക എന്നുള്ള. നല്ലോണം ഡൈല്യൂഷൻ നടക്കുമ്പോൾ അയോൺസിന്റെ എണ്ണം അല്ലെ, ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള അയോൺസിന്റെ എണ്ണം കുറയും. യൂണിറ്റ് വെള്ളം കുറേ കൂടുകയല്ലേ. വെള്ളം കുറേ കൂടുമ്പോൾ വെള്ളം ഉണ്ടാകുക, ആരുണ്ടാവില്ല, നമ്മുടെ പർട്ടിക്കുലർ അയോൺസ് കുറവായിരിക്കും. അയോൺസിന്റെ എണ്ണം കുറയുമ്പോൾ അല്ലേ, സ്പെസിഫിക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മൾ കാപ്പ എന്നൊക്കെ റെപ്രസെന്റ് ചെയ്ത് പറയുന്ന സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലേ, കാപ്പ. ഈ കാപ്പ എന്ത് ചെയ്യും? അതിനനുസരിച്ച് കുറയുകയും ചെയ്യും. ശരിയല്ലേ? കോൺസെൻട്രേഷൻ കുറയാന്ന് വെച്ചാൽ ഡൈല്യൂഷൻ കൂടുക. ഡൈല്യൂഷൻ കൂടുക എന്ന് വെച്ചാൽ അയോൺസിന്റെ എണ്ണം കുറയുക. അയോൺസിന്റെ എണ്ണം കുറയാന്ന് വെച്ചാൽ കാപ്പ കുറയുക. കാപ്പ എന്ന് വെച്ചാൽ എന്താ? സ്പെസിഫിക് കണ്ടക്ടൻസ്. സോ സ്പെസിഫിക് കണ്ടക്ടൻസ് ഡിക്രീസസ്. അത് കറക്റ്റ് ആണ്. ഓപ്ഷൻ 1 തന്നെ കറക്റ്റ്. ബാക്കിയുള്ളൊക്കെ ഡിക്രീസ് ചെയ്യുന്ന പോലെ കൊടുക്കുന്നത്. മോളാർ കണ്ടക്ടൻസ് എന്ന് വെച്ചാൽ അല്ലേ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അത് കൂടുക ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ ഇക്വലൻ കണ്ടക്ടൻസ് ഡൈല്യൂഷൻ എടുക്കുന്നതിനനുസരിച്ച് കൂടുക ചെയ്യുക. ദെൻ കണ്ടക്ടൻസ് കൂടുക ചെയ്യുക, എല്ലാം കൂടുക ചെയ്യുക. പക്ഷേ ഈ സ്പെസിഫിക് കണ്ടക്ടൻസ് കാപ്പ മാത്രം എന്താ ചെയ്യുക? കാപ്പ കുറയുക ചെയ്യുക. കാരണം എന്താ?
അയോൺസിന്റെ എണ്ണത്തിന്റെ പേരാണ് കാപ്പ സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 77ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ ദ ടൈം റിക്വയർഡ് ഫോർ 75% കംപ്ലീഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ അല്ലെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഓക്കെ, എടാ ഒരു പിന്നെ ഈ ഇനീഷ്യൽ കോൺസെൻട്രേഷന് ഇൻഡിപെൻഡന്റ് ആവുന്ന ഓർഡർ ഏതാന്നൊക്കെ ആ ചോദ്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ആ തിയറി മനസ്സിലാക്കുന്നുണ്ടാവും. ഇനി വേണ്ട, നമുക്ക് മാന്യമായ മെത്തേഡ് തന്നെ ചെയ്യാം. ഇനീഷ്യലി പിന്നെ 100 ഉണ്ട് വിചാരിക്കുക, 75% കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ 75% കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താ കുട്ടികളെ, 50% കംപ്ലീറ്റ് ചെയ്യുന്ന പകുതിയാവുന്ന. ഈ പകുതിയെ വീണ്ടും പകുതിയാക്കണമെങ്കിൽ 25 ആക്കണമെങ്കിൽ വീണ്ടും ഹാഫ് ലൈഫ് വേണ്ടേ. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷനെ 75% കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു റിയാക്ഷന്റെ 75% കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ബാക്കി 25 ഉള്ളൂന്നാ. ബാക്കി 25 ആവണമെങ്കിൽ 100ന്റെ പകുതി ആവണം. ഒരു പകുതി ആവണമെങ്കിൽ ടി ഹാഫ് ആണ്, അടുത്ത പകുതി ആവണമെങ്കിൽ 2 ഇൻറ്റു ടി ഹാഫ് അല്ലേ. അപ്പൊ 2 ഇൻറ്റു ടി ഹാഫ് ചെയ്താലാണ് ഈ 25% മാറുക. ഓക്കെ, സോ 75% കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 25 കിട്ടണമെങ്കിൽ 2 ടി ഹാഫ് കിട്ടണം. അത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പൊ ഹാഫ് ലൈഫ് ഈസ് ഈക്വൽ ടു 0 ഓർഡർ അല്ലെ. നമുക്ക് ജനറൽ ഇക്വേഷൻ അറിയാം, R0 റേസ് ടു 1 മൈനസ് n ഡിവൈഡഡ് ബൈ k എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. പ്രൊപ്പോർഷണാലിറ്റി കേട്ടോ. ഓക്കെ, അപ്പൊ R0 റേസ് ടു 1 മൈനസ് n ആണ്. ഈ എന്നിന് 0 കൊടുത്താൽ 1 മൈനസ് 0 ഡയറക്ട്ലി പ്രൊപ്പോർഷനില്ല. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് 0 ഓർഡറിൽ R0 ബൈ 2k എന്നാണ് ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ. ഇനി ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ 1 മൈനസ് 1 0. 1 മൈനസ് 1 0 മീൻസ് R0 റേസ് ടു 0. ദ ടേം ഈസ് ഇൻഡിപെൻഡന്റ്. ചോദ്യം ഇൻഡിപെൻഡന്റ് ഏതാണ്? സോ ഇറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ ആണ്. ഹാഫ് ലൈഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഇൻഡിപെൻഡന്റ് ആയ ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ആണ്. ഇത് ഫസ്റ്റ് ഓർഡറിലേക്ക് സാറ് കണക്ട് ചെയ്തത് 100, 50, 25, 12.5, 6.25 അങ്ങനെ എഴുതാൻ പറ്റുന്നൊക്കെ ഫസ്റ്റ് ഓർഡറിന്റെ കേസിലാണ്. 2 ഇൻറ്റു ടി ഹാഫ് എന്ന് പറഞ്ഞ രീതിയിൽ കണക്ട് ചെയ്തു. അപ്പൊ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു ഐഡിയ അങ്ങ് കിട്ടി. ഹാഫ് ലൈഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞ ഓർഡർ ഫസ്റ്റ് ഓർഡർ. അതൊക്കെ ഒരു ടാക്ടിക് ആണത് അല്ലേ. ഒരു ടാക്ടിക്കിലൂടെയാണ് ഈ ഒബ്ജക്റ്റീവ് ചെയ്യുക. അത് കുട്ടിക്ക് അറിയാം. സോ ഇസ് ആൻസർ ഈസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. നെക്സ്റ്റ് 78ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൽക്കഹോൾ ടുവേർഡ്സ് ഹൈഡ്രജൻ ഹാലൈഡ് അല്ലേ. ഒരു ആൽക്കഹോൾ ഹൈഡ്രജൻ ഹാലൈഡ് വിച്ച് മീൻസ് HX റിയാക്ട് ചെയ്യുമ്പോൾ ഏതാണ് കറക്റ്റ് റിയാക്ടിവിറ്റി ഓർഡർ? നിങ്ങൾക്കറിയാം, ഓർഗാനിക് കെമിസ്ട്രി ബോണ്ട് ബ്രേക്ക് ചെയ്ത് പഠിക്കണം. OH മൈനസ് ആണ്, R പ്ലസ് ആണ്, H പ്ലസ് ആണ്, X മൈനസ് ആണ്. പ്ലസിന് ഇഷ്ടമാണ് മൈനസിനോട്. സോ ദ പ്രോഡക്റ്റ് ഈസ് RX ഹാലോ ആൽക്കീൻ കിട്ടും. സോ ആൽക്കഹോള് HX റിയാക്ട് ചെയ്ത RX കിട്ടും. ഏതാണ് കറക്റ്റ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എന്നാണ് ചോദ്യം. അപ്പൊ ഇന്റർമീഡിയറ്റ് കാർബോകാറ്റോൺ ആണ് ഫോം ചെയ്യുന്നത്. കാർബോകാറ്റോൺ ഏറ്റവും സ്റ്റേബിൾ ആരാടാ? ടേഴ്ഷ്യറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി എന്നൊക്കെ നമുക്കറിയാം. സോ ദ ഫൈനൽ ആൻസർ ടേഴ്ഷ്യറി ഉണ്ടാവും, then secondary ഉണ്ടാവും, then primary ഉണ്ടാവും. ഓപ്ഷൻ 4 is correct answer. ഈസി ആയിരുന്നു അല്ലേ. ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷൻ അമൈൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. റിയാക്ഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദി സിന്തസിസ് ഓഫ് ഏതിന്റെ പ്രിപ്പറേഷൻ ആണ് ആര് ഉപയോഗിക്കുന്നത്? ഗബ്രിയൽ താലിമൈഡ്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഗബ്രിയൽ താലിമൈഡ് ഈസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് പ്രൈമറി അമൈൻ ആണ് അല്ലേ. പ്രൈമറി അമൈന. പക്ഷെ ആ പ്രൈമറി അമൈനിൽ ആരുണ്ടാക്കാൻ കഴിയൂല? അനിലിൻ ഒരിക്കലും പ്രിപ്പയർ ചെയ്യാൻ ഗബ്രിയൽ താലിമൈഡ് ഉപയോഗിച്ച് കഴിയില്ല. ആദ്യത്തെ അമൈൻ ഏതാ? സെക്കൻഡറിയാ. ഇതാരാ? പ്രൈമറിയാ. ഇയാളാരാ? ടേഴ്ഷ്യറിയാ. എടാ NH2 എന്ന് കണ്ടാ അത് പ്രൈമറി ആയിരിക്കും കേട്ടോ. NH നിങ്ങൾക്ക് കണ്ടാ അത് സെക്കൻഡറി ആയിരിക്കും. N എന്ന് കണ്ടാ അത് എന്തായിരിക്കും? ടേഴ്ഷ്യറി ആയിരിക്കും. അതാണ് പഠിക്കാനുള്ള ഒരു ട്രിക്ക്. NH2 എന്ന് കണ്ടാ പ്രൈമറിയാ. അപ്പൊ ഇതില് NH2 ഉള്ള ആരാ? അത് പ്രൈമറിയാ. NH2 ഉള്ളത് അത് പ്രൈമറിയാ. NH കണ്ടാ സെക്കൻഡറിയാ. N കണ്ടാ ടേഴ്ഷ്യറി. ഇതെന്തായാലും വരൂലല്ലോ ടേഴ്ഷ്യറി. സെക്കൻഡറി എന്തായാലും വരൂലല്ലോ. 302 അല്ലേ ആൻസർ. അനിലിൻ cannot be prepared by ഗബ്രിയൽ താലിമൈഡ്. ഒരിക്കലും കിട്ടൂല കുട്ടികളെ, ഒരിക്കലും കിട്ടൂല. പിന്നെന്താ സംശയം? ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. സോ
അനിലിന് എന്തുകൊണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തത്? ഈ ഗബ്രിയൽ താലിമൈഡിന്റെ റിയാക്ഷൻ ഒക്കെ ഓർമ്മയില്ലേ? ഫസ്റ്റ് താലിമൈഡിനെ KOH ആയിട്ട് റിയാക്ട് ചെയ്ത് പൊട്ടാഷ്യം താലിമൈഡ് കിട്ടും, പിന്നെ RX ആയിട്ട് ട്രീറ്റ് ചെയ്ത് NAൽക്കൈൽ താലിമൈഡ് കിട്ടും. ആ സമയത്ത് ഈ RXന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ, ബെൻസീന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കൈ വിറക്കണം എന്നാ പറയല്. ബെൻസീന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യരുത് കേട്ടോ, കൈ ഇങ്ങനെ വിറയ്ക്കണം. ഓക്കെ, ബോണ്ട് പൊട്ടിക്കാൻ ഭയങ്കര റിസ്കാ. So, 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 no reaction. അല്ലേ? സോ അനിലിൻ cannot be prepared. ഓക്കെ സാർ, മോസ്റ്റ് ബേസിക് അല്ലേ, 80ലേക്ക് നമ്മൾ എത്തി. ലാസ്റ്റ് 10 ക്വസ്റ്റ്യൻ കൂടിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുവരെ ചെയ്തതിൽ അല്ലേ എല്ലാം നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടാവുന്നതാണ് വിശ്വാസം. നോക്കാം. സോ മോസ്റ്റ് ബേസിക് കോമ്പൗണ്ട് എമംഗ് ദി ഫോളോയിങ് ഈസ്. ഇത് ക്വസ്റ്റ്യൻ വരാനൊക്കെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ അസിഡിക്കോ ബേസിക്കോ നിങ്ങളുടെ 2026 നീറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ ശ്രദ്ധിക്കാം. അനിലിൻ ഉണ്ട്, NH2 ഉണ്ട്, ദെൻ അതുപോലെ NO2 ഗ്രൂപ്പ് ഉണ്ട് അനിലിന്റെ, CN ഉണ്ട്, ദെൻ CH3 ഉണ്ട്. ഈ ഗ്രൂപ്പിനെ നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് സാർ അങ്ങനെ തന്നെ പറയുന്നത്, നോ എഫക്റ്റ്, എഫക്റ്റ് ഒന്നുമില്ല, കാരണം ഇവിടെ ആരും ഇല്ല. NO2 ഗ്രൂപ്പ് എന്ത് ഗ്രൂപ്പാ കുട്ടിയൊക്കെ അറിയാം, -R ആണ്, -I ആണ്. നമ്മൾ റെസണൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ ഇറ്റ് ഈസ് എ -R ഗ്രൂപ്പ്, വലിക്കുന്ന ഗ്രൂപ്പാണ് അല്ലേ, -R ആണ്. CN ഇസ് എ -R ഗ്രൂപ്പ്, വലിക്കുന്ന ആളാണ്. CH3 ഗ്രൂപ്പ് ഇസ് എ +R ഗ്രൂപ്പ്, ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. +R എന്ന് കണ്ടാൽ അത് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. -R എന്ന് വെച്ചാൽ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പാണ്. -R എന്ന് കണ്ടാൽ അത് ഇസ് എൻ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പാണ്. സോ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് നമ്മൾ നേരത്തെ ഒരു ഐഡിയ പറഞ്ഞു തന്നിരുന്നു. ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ആകുമ്പോൾ അസിഡിറ്റി കൂടുന്നു പറഞ്ഞിരുന്നു, നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. എന്നാൽ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ആകുമ്പോൾ ERG അല്ലേ, ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ആകുമ്പോൾ ബേസിസിറ്റി അല്ലേ, ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ആകുമ്പോൾ അസിഡിറ്റി കൂടും, ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ആകുമ്പോൾ അസിഡിറ്റി കുറയുകയും ചെയ്യും അല്ലേ. ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി കേട്ടോ. ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ആകുമ്പോൾ ബേസിസിറ്റി ആയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവാനേ ചാൻസ് ഉള്ളൂ. ഇതിന്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ആകുമ്പോൾ അസിഡിറ്റി കൂടുമെങ്കിൽ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ആകുമ്പോൾ ബേസിസിറ്റി കുറയുക, ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ആകുമ്പോൾ ബേസിസിറ്റി കൂടുക. ഞാനിങ്ങനെ പറയുന്നത് കേൾക്കണ്ട, നിങ്ങൾ സ്വന്തം ആലോചിച്ച് ഇങ്ങനെ മനസ്സിലാക്കിയത് അതാ നല്ലേ. കുട്ടികളോട് ക്ലാസ് എന്ന് പറയാറ് ഒറ്റ കാര്യം പഠിച്ചാൽ മതി, ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ആകുമ്പോൾ അസിഡിറ്റി കൂടും, അത് വെച്ച് ചെയ്യാൻ കഴിയും. നീറ്റ് എക്സാം ആണെന്ന് സ്പോട്ടിൽ നമ്മൾ എഴുതും. ഓക്കെ, യെസ്. സോ ഇതിൽ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ആണ്, +R ആണ്, റിലീസ് ചെയ്യും, റിലീസ് ചെയ്യുമ്പോൾ ബേസിസിറ്റി കൂടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. സാറേ കൺസെപ്ച്വലി ഒന്ന് പറഞ്ഞു തരുമെന്നാണ് കുട്ടികൾ ചോദിക്കുന്നതെങ്കിൽ, നൈട്രജന്റെ മുകളിൽ ലോൺ പെയർ ഉണ്ട്, ഇവിടെയും ലോൺ പെയർ ഉണ്ട്, ഇവിടെയും ലോൺ പെയർ ഉണ്ട്, ഇവിടെയും ലോൺ പെയർ ഉണ്ട്. നല്ല ലോൺ പെയർ ഉള്ളവന് നല്ല ബേസ് ആയിരിക്കും, ലൂയിസ് ബേസ് എന്നാ പറയും അല്ലേ, ലൂയിസ് ബേസ് എന്ന് പറയും, LB എന്നൊക്കെ പറയും. എൻ്റെ കോഡ് കൂടിയാണ് ലബീബ് എന്ന എൻ്റെ പേര്. സോ LB അല്ലെ, ലൂയിസ് ബേസ് നല്ല റിച്ച് ആണ്, ലോൺ പെയർ ആണ് അല്ലേ, ഞാൻ റിച്ച് അല്ലേ. സോ നോക്കിക്കോളെ, ലോൺ പെയർ നല്ല റിച്ച് ആണ് കുട്ടികളെ. അപ്പൊ നല്ല ലോൺ പെയർ ഉള്ളവൻ നല്ല റിച്ച് ആയിരിക്കും, നല്ല ബേസ് ആയിരിക്കും അല്ലെ, ലൂയിസ് ബേസ് ആണ്. അപ്പൊ റിലീസിങ് ഗ്രൂപ്പ് ആകുമ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെ കൊടുക്കും, CH3 ഇങ്ങനെ കൊടുക്കുമ്പോൾ നൈട്രജന്റെ മുകളിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇങ്ങനെ കൂടും, നൈട്രജന്റെ മുകളിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇങ്ങനെ കൂടുമ്പോൾ ബേസിസിറ്റി കൂടും, നല്ല ബേസും നല്ല ലൂയിസ് ബേസ് ആയിരിക്കും. സോ ആൻസർ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 81, ക്വസ്റ്റ്യൻ നമ്പർ 81. The major reason that phenol is better Bronsted acid than cyclohexanol is. എന്തുകൊണ്ടാണ് ഫീനോൾ നല്ല ആസിഡ് ആവുന്നത്? NCERT ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫീനോള് എന്തുകൊണ്ടാണ് ബ്രോൺസ്റ്റഡ് ആസിഡ് അല്ലേ, ആസിഡ് ബേസ് കോൺസെപ്റ്റിലെ അല്ലേ ബ്രോൺസ്റ്റഡും, ദെൻ അതിനുശേഷം മുമ്പ് വന്ന അറീനിയസും അവസാനം വന്ന നമ്മുടെ ലൂയിസും ഒക്കെ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചതാ. അപ്പൊ ഫീനോൾ H+ പെട്ടെന്ന് വിട്ടെടുക്കും അല്ലേ, പെട്ടെന്ന്. എന്തുകൊണ്ടാണ് ബ്രോൺസ്റ്റഡ് ആസിഡ് ആവുന്നതെന്ന്? ഫീനോൾ പെട്ടെന്ന് H+ വിട്ടുകൊടുത്താൽ ഫീനോക്സൈഡ് അയോൺ ഉണ്ടാവും അല്ലേ. ഫീനോക്സൈഡിന്റെ പ്രത്യേകത -1 കോൺജുഗേറ്റഡ് ആ, റെസണൻസ് സ്റ്റെബിലൈസ്ഡ് അല്ലേ. അപ്പൊ ഫീനോക്സൈഡിൽ എന്തുണ്ടാവും, റെസണൻസ് ഉണ്ടാവും, അതുകൊണ്ടാണ് പെട്ടെന്ന് H വിട്ടുകൊടുക്കുന്നത്, വേറെ ഒരു കാരണവുമല്ല അല്ലേ. സോ ഫീനോള് ഈസ് എ ബെറ്റർ പ്രോട്ടോൺ ഡോണർ അല്ല, നല്ല ഡോണർ ആയതുകൊണ്ടൊന്നല്ല. സൈക്ലോഹെക്സൈൽ ഗ്രൂപ്പ് ഈസ് എൻ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്, അത് ശരിയാണ്. ബൈ ഇൻഡക്ഷൻ ശരിയാണ്. വിച്ച് ഡീസ്റ്റെബിലൈസസ് പറഞ്ഞത് ശരിയാണ് സംഭവം. ഓപ്ഷൻ 3, ഫീനോൾ ഈസ് ഏബിൾ ടു സ്റ്റെബിലൈസ് ദ ആനയോൺ ഫോംഡ് ബൈ ദ റിയാക്ഷൻ ബൈ റെസണൻസ്. സോ മോർ ആപ്റ്റൈൽ ആൻസർ ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 2 തെറ്റൊന്നുമില്ല, പക്ഷെ ഓപ്ഷൻ 3 ആണ് മോർ ആപ്റ്റൈൽ ആൻസർ എന്ന് കുട്ടികൾക്ക് മനസ്സിലാവും. ഫീനോൾ നല്ല ആസിഡ് ആവാനുള്ള കാരണം ഫീനോക്സൈഡ് ആണ്, റെസണൻസ് സ്റ്റെബിലൈസ്ഡ്. EAN കോർഡിനേഷൻ കോമ്പൗണ്ടിലേക്ക് +2 ചാപ്റ്ററിലേക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. EAN എഫക്റ്റീവ് ആറ്റോമിക് നമ്പർ ആയിരുന്നു അല്ലേ, എഫക്റ്റീവ് ആറ്റോമിക്
നമ്പർ ആയിരുന്നു. സാർ എങ്ങനെ കണ്ടുപിടിക്കാം? എഫക്റ്റീവ് EAN കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. കൊബാൾട്ട് ആണ്. ആദ്യം ക്ലോറിൻ്റെ ചാർജ് -1 ആണ്, 3 ക്ലോറിൻ -3 ആണ്. അപ്പോൾ എൻറ്റിറ്റിയുടെ ചാർജ് +3 ആണ്. അമോണിയയുടെ ചാർജ് 0 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൊബാൾട്ടിൻ്റെ ചാർജ് +3 ആണ്. ശരിയല്ലേ? ഓക്കെ, കൊബാൾട്ടിൻ്റെ അറ്റോമിക് നമ്പർ 27 ആണ്. അയൺ കൊബാൾട്ട് ആണ്. 27 നിന്ന് 3 ഇലക്ട്രോൺ പോയാൽ +3 ആണ്. അപ്പോൾ +3 ആണെങ്കിൽ 3 ഇലക്ട്രോൺ പോയാൽ 24 ആണ് ഇലക്ട്രോൺ ആറ്റോമിക് നമ്പർ വരിക. മീൻസ് എഫക്റ്റീവ് ആറ്റോമിക് നമ്പർ എന്നൊക്കെ പറയുന്ന പോലെ 24 ആണ് വരിക. അപ്പോൾ 24 പ്ലസ് അല്ലേ അയോണിക് ആയിട്ടുള്ള അതിൻ്റെ നമ്പറാണ് 24 പ്ലസ് എത്ര അമോണിയ ഉണ്ട് നോക്കാം. 6 അമോണിയ ഉണ്ട്. അപ്പോൾ 6 ഇൻറ്റു അമോണിയ എപ്പോഴും എന്താ ചെയ്യുക? ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ അല്ലേ. NH3 എപ്പോഴും ഒരു പെയർ ഓഫ് മോണോഡെൻഡേറ്റ് ആണ്. ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് എപ്പോഴും ഡൊണേറ്റ് ചെയ്യാറ്. അപ്പോൾ ഇൻറ്റു 2 അല്ലേ, ഒരു പെയറിനെ കൊടുക്കും, വിച്ച് മീൻസ് 2 ഇലക്ട്രോണിനെ കൊടുക്കും. അപ്പോൾ ടോട്ടൽ ഇലക്ട്രോണിൻ്റെ ഒക്കെ എണ്ണം വരുമ്പോൾ 24 പ്ലസ് 2 6 12 കിട്ടും. ടോട്ടൽ 36 കിട്ടും. അപ്പോൾ സാറേ ഇവനെ 3 ക്ലോറിനെ കൂട്ടണോ? കൗണ്ടർ അയോൺ അല്ലേ. കോർഡിനേഷനിൽ ഒരു റോളും ഇല്ലാത്ത ടീമാ അല്ലേ. കൗണ്ടർ അയോൺ ഔട്ടാ അല്ലേ. സോ 36 ആണ്. മെജോറിറ്റി 36 ആവാനാണ് നോക്കുക. സ്റ്റേബിൾ ആണ് 36 54 അല്ലേ. ഒക്കെ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ 36 ആവുന്നത് കൊണ്ട് സ്റ്റേബിൾ ആവും. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. എഫക്റ്റീവ് ആറ്റോമിക് നമ്പർ കണ്ടിരിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ ദി അയോണിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺ പ്ലസ് 2 ഇൻറ്റു അതിൻ്റെ അല്ലേ നമ്പർ ഓഫ് ലിഗാൻസ് ചെയ്താൽ മതി. 2 ഇൻറ്റു നമ്പർ ഓഫ് ലിഗാൻസ്. അപ്പോൾ സാറേ ബൈഡൻഡേറ്റ് അതിനനുസരിച്ച് ചെയ്യേണ്ടി വരും. വലിയ റിസ്ക് എടുക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. മോണോഡെൻഡേറ്റ് വെച്ച് തന്നെ ചോദിക്കാറ്. അപ്പോൾ മോണോഡെൻഡേറ്റ് ആണെങ്കിൽ അപ്പോൾ 6 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? പൊതുവേ ഒക്ടാറ്റൽ കോംപ്ലക്സ് ആണല്ലോ മെജോറിറ്റി ഉള്ളത്. അതുകൊണ്ട് വേഗം ചെയ്ത് പോകാൻ പറ്റും കേട്ടോ, ശ്രദ്ധിച്ച് ചെയ്യാം. നെക്സ്റ്റ് 83ാമത്തെ ക്വസ്റ്റ്യൻ. ഫീനോൾ ഓൺ റിഡക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ. ചെറിയ ട്വിസ്റ്റ് ഉണ്ട് അല്ലേ. ഞാൻ വിചാരിച്ചു ഫിനോളെയും സിങ്കുമായിട്ട് റിയാക്ട് ചെയ്താൽ അതാണ് കോമൺ ആയിട്ട് ഉണ്ടാവില്ല അല്ലേ. ഫിനോളിന്റെ സിങ്കുമായിട്ട് റിഡക്ഷൻ നടത്തിയ ബെൻസീനാ കിട്ടുക അല്ലേ. ബെൻസീനാ കിട്ടുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. സിങ്ക് ഓനെ കൊണ്ടുപോയി ZNO ആയിട്ട് പോകും. എന്നാൽ ഇവിടെ എന്താ ചോദിച്ച പോലെ ചെറിയ ട്വിസ്റ്റ് പോൽ ചെയ്ത് കിട്ടോ. നിക്കലിന്റെ പ്രസൻസിലാണ് റിഡക്ഷൻ നടക്കുന്നത്. നിക്കൽ സാധാരണ ഓനെ കൊണ്ടാനൊന്നും ഉപയോഗിക്കാം, നമ്മൾ അങ്ങനെ പഠിച്ചില്ല. പക്ഷെ നിക്കൽ എപ്പോഴും എന്ത് ചെയ്യും കുട്ടികളെ? നിക്കൽ എപ്പോഴും എന്ത് ചെയ്യും? ഡബിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ട് ആക്കാൻ ഉപയോഗിക്കും. പ്ലാറ്റിനം, പലേഡിയം, നിക്കൽ എപ്പോഴും സബാഷ്യർ സെന്റൻസ് റിയാക്ഷൻ എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ OH ഒരു മാറ്റവും ഉണ്ടാവില്ല. സൈക്ലോ എക്സനോൾ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് കിട്ടുക. കാരണം ഡബിൾ ബോണ്ട് ഒക്കെ റിഡക്ഷൻ നടത്താനാണ് നിക്കൽ ഉപയോഗിക്കാറ് അല്ലേ. സോ സൈക്ലോ എക്സനോൾ ഈസ് ദ പ്രോഡക്റ്റ്. ബെൻസീൻ കിട്ടും, സിങ്ക് ഉപയോഗിക്കും. സോ 84ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് നോട്ട് ഓക്സിഡൈസ്ഡ്? നോട്ട് എന്നാണ്. നോട്ട് ഓക്സിഡൈസ്ഡ് ഫെല്ലിങ്സ് റിയേജന്റ്. ഫെല്ലിങ്സ് റിയേജന്റ് ഓക്സിഡേഷൻ നടക്കാത്തത് ഏതെന്നാ. ഫെല്ലിങ്സ് ടെസ്റ്റ് തരണമെങ്കിൽ അത് ആരാ തരിക? ആൽഡിഹൈഡ് ആണ് തരിക അല്ലേ. കീറ്റോൺ ഒരിക്കലും ആൻസർ ചെയ്യൂല എന്നാണ്. ആൽഡിഹൈഡ് തന്നെ ആലിഫാറ്റിക് ആൽഡിഹൈഡ് തരൂ, ആലിഫാറ്റിക്കേ തരൂ. ആരോമാറ്റിക് ആൽഡിഹൈഡ് എന്ത് തരൂല? ഫെല്ലിങ്സ് ടെസ്റ്റ് ആൻസർ ചെയ്യൂല. ആലിഫാറ്റിക്കും ആരോമാറ്റിക്കും ആൽഡിഹൈഡ് തരുന്നത് ടോളൻസ് ടെസ്റ്റ് ആണ്. ഫെല്ലിങ്സിൽ ആലിഫാറ്റിക് മാത്രമേ തരൂ, ആരോമാറ്റിക് ഒരിക്കലും തരില്ല. സോ കീറ്റോൺ ചർച്ച പോലും ഇല്ല, കീറ്റോൺ ടെസ്റ്റേ തരൂല്ല. കീറ്റോണൊക്കെ തരുന്ന റിയാക്ഷൻ 2,4 ഡൈനൈട്രോ ഫീനൈൽ ഹൈഡ്രസിൻ 2,4 DNP ടെസ്റ്റ് ആണ്. അത് കീറ്റോണൊക്കെ ആൻസർ ചെയ്യും. അതുപോലെ CH3CO ഗ്രൂപ്പിന്റെ ഐഡോഫോം ടെസ്റ്റ് തരും അല്ലെ, ഒക്കെ നമുക്കറിയാം. സോ പക്ഷേ കീറ്റോൺ ഒരിക്കലും എന്ത് ഫെല്ലിങ്സ് ടെസ്റ്റ് ആൻസർ ചെയ്യൂല. സോ കീറ്റോൺ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടാണ് കീറ്റോൺ ഈസ് ദ കറക്റ്റ് ആൻസർ. ഉറപ്പിക്കാം. ബാക്കിയുള്ള ചെക്ക് ചെയ്യുക പോലും വേണ്ട എന്നാ പറയല്. ഓക്കെ, ബാക്കി എന്നാലും നമുക്കൊന്ന് നോക്കാം. ആൽഡിഹൈഡ് ആണ് അല്ലേ. ഇവിടെ ആസിഡ് ആണല്ലോ സാറേ എന്ന് കുട്ടികൾ ചോദിക്കും. അപ്പോൾ ആസിഡ് എന്ന് വെച്ചാൽ HCOOH എന്നാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു CHO ഗ്രൂപ്പ് നോക്കൂ. ഫോമിക് ആസിഡിൽ CHO ഗ്രൂപ്പ് ഉണ്ട്, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് അതെന്ത് തരും? ടെസ്റ്റ് തരും. നല്ല നല്ല രസകരമായ ഒരു പോയിന്റാ അല്ലേ. ഫോമിക് ആസിഡ് ഒഴികെയുള്ള ബാക്കി ഒരു കാർബോക്സിലിക് ആസിഡും ഫെല്ലിങ്ങും ടോളനും തരൂല. ഫോമിക് ആസിഡ് മാത്രം തരും. കാരണം ഫോമിക് ആസിഡിൽ CHO ഗ്രൂപ്പ് ഉണ്ട്, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്. അതാണ് ഐഡിയ. യെസ് യെസ്. സാറേ ഇത് ആരോമാറ്റിക് അല്ലല്ല, ആരോമാറ്റിക് ആൽഡിഹൈഡ് അല്ല. CH2CHO എന്നാ. ആലിഫാറ്റിക്. ബെൻസീൻ റിംഗ് ഇപ്പുറത്തുണ്ട്, ചർച്ചയില്ല. സോ ആൻസർ എന്തുകൊണ്ടും ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 85ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following compound will give violet color with neutral ferric chloride? ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡിൽ വയലറ്റ് കളർ കിട്ടണമെങ്കിൽ അതൊരു ടെസ്റ്റ് ആണ്. പ്രാക്ടിക്കൽ കെമിസ്ട്രിയിലും ഓർഗാനിക്കിലും കണക്റ്റിംഗ് ടോപ്പിക് ആണ്.
അവരങ്ങനെ ആയിരിക്കും ചോദിക്കുക ചിലപ്പോൾ നിങ്ങളോട് ഈ പിന്നെ ആ ഭാഗങ്ങൾ ലെസൈനസ് ടെസ്റ്റും പിന്നെ അതുപോലെ ലൂക്കയും ടോളനും ഫെല്ലിങ്ങും ബെനഡിക്റ്റും ദെൻ അതേപോലെ ബെയിൽസ്റ്റൈൻ ടെസ്റ്റും ആ ഹാലജന്റെ നമ്മൾ പറഞ്ഞ ലെസൈനസ് ടെസ്റ്റും ഇങ്ങനത്തെ എല്ലാം കൂടി പല ചാപ്റ്ററിലായിട്ട് പല ടെസ്റ്റുകൾ ഉണ്ട്. ഇതിലെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു ഓർഗാനിക് എന്നൊരു ടെസ്റ്റ് എന്തായാലും വരാൻ സാധ്യതയുണ്ട്. കാരണം പ്രാക്ടിക്കൽ കെമിസ്ട്രി അവിടെ ഉണ്ടല്ലോ, അതിലെ കൂടി കണക്ട് ചെയ്തോല് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത. അല്ലെ ഡുമാസോ ജെൽഡാളോ കാരിയസോ മെത്തേഡുകളൊക്കെ ഇക്വേഷൻസും പ്രോബ്ലം എന്തെങ്കിലും വരികയാണെങ്കിൽ അതോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. യെസ്, അപ്പോൾ ന്യൂട്രൽ ഫെറിക്ലോറൈഡിൽ വയലറ്റ് കളർ തരണമെങ്കിൽ അത് എന്തായിരിക്കണം കുട്ടികളെ? ആരോമാറ്റിക് കോമ്പൗണ്ട് ആയിരിക്കണം കേട്ടോ, ആരോമാറ്റിക് കോമ്പൗണ്ട് ആയിരിക്കണം. ഈ തന്നതിൽ ഒറ്റ ആരോമാറ്റിക് കോമ്പൗണ്ട് ഫീനോൾ ആണ്. ഫീനോൾ ന്യൂട്രൽ ഫെറിക്ലോറൈഡിൽ വയലറ്റ് കളർ തരും. അപ്പോൾ ഇത് ബെൻസൈൽ ആൽക്കഹോൾ ആണ്. ഇത് ആലിഫാറ്റിക് കൂടിയാണ്, കാരണം അത് അവിടെ കാർബൺ ഉണ്ടല്ലോ. ആലിഫാറ്റിക് എന്നാ പറയല്, ബെൻസൈൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ആണല്ലോ അല്ലെ. നേരിട്ട് ബെൻസീലെ കോച്ച് അറ്റാച്ച് ചെയ്യുന്നതാണ് ആരോമാറ്റിക്, അരൈൽ അരോമാറ്റിക് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 86ാമത്തെ വീണ്ടും ഓർഗാനിക് തന്നെ. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ കാർബീൻ, നല്ല ക്വസ്റ്റ്യൻ ആണ്, കാർബീൻ ഈസ് ഇൻവോൾവഡ്. ഇന്റർമീഡിയറ്റ് ആയിരുന്നു. കാർബോകാറ്റോൺ ഉണ്ട്, കാർബാനിയോൺ ഉണ്ട്, ഫ്രീ റാഡിക്കൽ ഉണ്ട്, നൈട്രൈൻ ഉണ്ട്, കാർബീൻ ഉണ്ട്, ബെൻസൈൻ ഉണ്ട് അല്ലേ. ഓക്കെ, കാർബീൻ മെക്കാനിസം വരുന്ന രണ്ട് റിയാക്ഷൻ ആണ് കാർബീൻ. ഒന്ന് റൈമർ ടീമാൻ റിയാക്ഷൻ, നിങ്ങൾക്ക് പഠിച്ചു വെക്കാം, റൈമർ ടീമാൻ റിയാക്ഷൻ. ഓക്കെ, റൈമർ ടീമാൻ റിയാക്ഷൻ. മറ്റൊരു റിയാക്ഷൻ ആയിരുന്നു ഇത് കാർബിലമൈൻ റിയാക്ഷൻ, കാർബിലമൈൻ. ഈ രണ്ടിനും ഒരേ റിയേജന്റ് ആയിരുന്നു. ഏതാ കുട്ടികളെ? ക്ലോറോഫോമാൻ KOH അല്ലേ, ക്ലോറോഫോമാൻ NaOH ഓർ KOH ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, ഫീനോൾ റിയാക്ട് വിത്ത് ക്ലോറോഫോമാൻ KOH gives സാലിസിലാൽഡിഹൈഡ് അല്ലേ, റൈമർ ടീമാൻ റിയാക്ഷൻ. അതേപോലെ തന്നെ RNH2 പ്ലസ് ക്ലോറോഫോം പ്ലസ് KOH gives ഐസോസൈനൈഡ്, ഫോൾ സ്മെല്ലുള്ള പ്രൈമറി അമൈൻ്റെ മാത്രം ടെസ്റ്റ് ആയിരുന്ന കാർബിലമൈൻ റിയാക്ഷൻ. രണ്ടിലും ഒരേ റിയേജന്റ് ആയിരുന്നു, ക്ലോറോഫോമാൻ KOH. ഓക്കെ ഓക്കെ ഓക്കെ. സോ COH ഇത് ഗട്ടർമാൻ കോച്ചാണ്. ഗട്ടർമാൻ കോച്ചിൽ CHO ആണ്, ഇലക്ട്രോഫൈൽ ആയിട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഫോർമൈലേഷൻ ആണ്. ഇത് ബെൻസാൾഡിഹൈഡ് CH3CHO NaOH അല്ലേ. ഓക്കെ, അത് ഏതാ റിയാക്ഷൻ കുട്ടികളെ? അപ്പോൾ ഒരു ഫോമാൾഡിഹൈഡ് ഒരു ആൽഫ ഹൈഡ്രോജൻ, അത് പിന്നെ ആൾഡോൾ ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ ആണ്. ഇതെല്ലാം നെക്സ്റ്റ് NH2 NaNO2 ബാറിച്ചിൽ ഡയസോഡൈസേഷൻ ആണ്. അതിൽ അറ്റാക്കിംഗ് റിയേജന്റ് ഒന്നും കാർബീൻ അല്ല. കാർബീൻ അറ്റാക്കിംഗ് റിയേജന്റ് ഫിനോൾ പ്ലസ് ക്ലോറോഫോം പ്ലസ് NaOH ഓർ KOH സാലിസിലാൽഡിഹൈഡ് റൈമർ ടീമാൻ ആണ്. അപ്പോൾ ക്ലോറോഫോമും NaOHും അല്ലെ ക്ലോറോഫോമും KOHും കണ്ടാൽ അത് കാർബീൻ അറ്റാക്കിംഗ് റിയേജന്റ്. അതെങ്ങനെ നടക്കുന്നതെന്ന് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ക്ലോറോഫോം CHCl3 പ്ലസ് NaOH ഓർ KOH നമ്മൾ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് KOH ഒരു ബേസ് ആണ്. ബേസിന് ഇഷ്ടമാണ് ആസിഡിനോട്, ബേസിന് ഇഷ്ടമാണ് ആസിഡിനോട്. ബേസ് HCl എന്ന് പറയുന്ന ആസിഡിനെ കൊണ്ടുപോകും. HCl എന്ന് പറഞ്ഞ ആസിഡിനെ ഇതിൽ നിന്ന് കൊണ്ടുപോയാൽ, HCl എന്ന് പറഞ്ഞ ആസിഡിനെ ക്ലോറോഫോമിൽ നിന്ന് ബേസായ KOH കൊണ്ടുപോയാൽ ബാക്കി എന്താ ഉണ്ടാവുക? CCl2 എന്ന് പറഞ്ഞ ആളുണ്ടാവും. ഇയാൾക്ക് പറയുന്ന പേരാണ് കാർബീൻ അല്ലേ, കാർബീൻ എന്ന് പറയും, ഡൈക്ലോറോ കാർബീൻ എന്നൊക്കെ പറയും. നമ്മുടെ ചോദ്യത്തിൽ കാർബീൻ ഇൻവോൾവ് എന്നാണ്. സോ ഇതായിരുന്നു ഐഡിയ കേട്ടോ. 87ാമത്തെ ക്വസ്റ്റ്യൻ, 87th ക്വസ്റ്റ്യൻ. സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ഇത് ഫോളോയിങ് ഈ സ്ക്വയർ പ്ലാനാർ കിട്ടണമെങ്കിൽ 2 അല്ലേ 4 കോർഡിനേഷൻ നമ്പർ ആണെന്ന് കുട്ടിക്കറിയാം. അതിൽ sp3 ആണെങ്കിൽ അത് ടെട്രാഹെഡ്രൽ ആണെന്ന് കുട്ടിക്കറിയാം, ടെട്രാഹെഡ്രൽ ആണ്. എന്നാൽ DsP2 കിട്ടുകയാണെങ്കിൽ അത് സ്ക്വയർ പ്ലാനാർ ആണെന്നും കുട്ടിക്കറിയാം, സ്ക്വയർ പ്ലാനാർ ആണ്. ഓക്കെ, അപ്പൊ DsP2 ഹൈബ്രിഡൈസേഷൻ കിട്ടണമെങ്കിൽ ഇന്നർ ഡി ഓർബിറ്റൽ ഇൻവോൾവ് ചെയ്യണം. ഇന്നർ ഡി ഓർബിറ്റൽ ഇൻവോൾവ് ചെയ്യണമെങ്കിൽ അത് സ്ട്രോങ് ലിഗാൻഡ് ആണോ വീക്ക് ലിഗാൻഡ് ആണോ? സ്ട്രോങ് ലിഗാൻഡ് ആയിരിക്കണം അല്ലേ. അപ്പൊ സ്ട്രോങ് ലിഗാൻഡ് ആവുമ്പോഴാണ് ഇന്നർ ഡി ഓർബിറ്റൽ ഇൻവോൾവ് ചെയ്യുക. ഈ ക്ലോറിൻ വീക്ക് ലിഗാൻഡ് ആണ്, ക്ലോറിൻ വീക്ക് ലിഗാൻഡ് ആണ്. അപ്പൊ ഈ ഓപ്ഷൻ വരൂല. CN NH3 രണ്ടും സ്ട്രോങ് ആണ്. അതിൽ സിങ്കിന്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയാ കുട്ടികളെ? D അല്ലേ, Zn2+ അല്ലേ. Zn2+ ആകുമ്പോൾ D10 ആയിരിക്കും. D10 ആകുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഡി ഓർബിറ്റൽ എന്തിലൊക്കെ ഇൻവോൾവ് ചെയ്യില്ല, ഹൈബ്രിഡൈസേഷനിൽ ഇൻവോൾവ് ചെയ്യില്ല. DsP2 കിട്ടൂല, കാരണം D ഇല്ല, D ഫുള്ളാ, ഇനിയൊന്നും ചെയ്യാനില്ല. അപ്പൊ ഇതൊരിക്കലും വരൂല. സോ ഓപ്ഷൻ 1 എന്നാണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ NiCnന്റെ ചാർജ് -1, 4 CN -4. അപ്പൊ നിക്കലിന് എത്ര ഉണ്ടാവും? +2 ഉണ്ടാവും. അപ്പൊ നിക്കലിന് +2 ആണെങ്കിൽ അയൺ കൊബാൾട്ട് നിക്കലാണ് 28 ആണ്. 28 ആയ നിക്കലിൽ നിന്ന്
2 ഇലക്ട്രോൺ പോയാൽ 3d8 തന്നെ ഉണ്ടാവും. 3d8 4s ഇലക്ട്രോൺ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഡിക്ക് 8 അല്ലേ 5 പെട്ടി വരച്ചു. എത്ര ഇലക്ട്രോൺ? 8 ഇലക്ട്രോൺ. 1 2 3 4 5 6 7 8. അമോണിയ ഒരു സ്ട്രോങ്, CN ഒരു സ്ട്രോങ് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ലിഗാൻഡ് ആകുമ്പോൾ ഈ ഇലക്ട്രോൺ പെയർ ചെയ്യും. 2 പെട്ടികൾ പെയർ ചെയ്യും. പെയർ ചെയ്താൽ അവിടെ ഒരു കാലിപ്പെട്ടി ഉണ്ടാവും, വാക്കന്റ് ഓർബിറ്റൽ ഉണ്ടാവും. അത് ഹൈബ്രിഡൈസേഷനിലേക്ക് ഇൻവോൾവ് ചെയ്യും. ലിഗാൻഡ് പെയർ ഓഫ് ഇലക്ട്രോൺ അതിലേക്ക് കൊടുക്കും. സോ DsP2 ഹൈബ്രിഡൈസേഷൻ ഉണ്ടാവും. കറക്റ്റ് അല്ലേ? യെസ്. സോ അത് എന്തുകൊണ്ടും ഓപ്ഷൻ ഏതാ? 87 ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെല്ലോ കളേർഡ് സ്പീഷീസ് എമംഗ് ദി ഫോളോയിങ് ഈസ്. കുട്ടിക്ക് നേരിട്ട് പഠിച്ചേക്കാൻ അറിയാം അല്ലേ? യെല്ലോ കളേർഡ് Cr2O7 2- ഡൈക്രോമേറ്റ് ആണ്. CrO4 2- ക്രോമേറ്റ് ആണ്. മാംഗനീസ് MnO4- പെർമാംഗനേറ്റ് ആണ്. MnO4 2- മാംഗനേറ്റ് ആണ്. ഇതിൽ യെല്ലോ കളർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. അറിയുന്ന കുട്ടിക്ക് നേരിട്ട് ചെയ്തിട്ടുണ്ടാവും. ബാക്കിയുള്ളതിന്റെ കളറും നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലേ? ദെൻ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 89ാമത്തെ ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് ഓർഡർ ഓഫ് അറ്റോമിക് റേഡിയൈ ഇൻ ഗ്രൂപ്പ് 13 എലമെന്റ് ഈസ്. പി ബ്ലോക്ക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിലീറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ എന്നുള്ള അഡീഷൻ പി ബ്ലോക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഗ്രൂപ്പ് 13 അറ്റോമിക് റേഡിയൈന്റെ ഓർഡർ ഏതാണ് ചോദ്യം. അപ്പോൾ അതിൽ ആരൊക്കെ ഉണ്ട്? ബോറോൺ ഉണ്ട്, അലൂമിനിയം ഉണ്ട്, ഗാലിയം ഉണ്ട്, ഇൻഡിയം ഉണ്ട്, താലിയം ഉണ്ട്. ശരിയല്ലേ? മുകളിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ സൈസ് കൂടും. അപ്പോൾ താലിയത്തിന് ഏറ്റവും കൂടുതൽ ഉണ്ടാവും. താലിയം. അപ്പോൾ ഇൻഡിയത്തിന് വരൂല. ഓക്കെ, താലിയം കഴിഞ്ഞാൽ പിന്നെ ഇൻഡിയം വരും. താലിയം കഴിഞ്ഞാൽ പിന്നെ ഇൻഡിയം വരും. ഇനി ബോറോൺ ഏറ്റവും കുറവാണ്. അലൂമിനിയം ഗാലിയം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മാറ്റിയിട്ടുണ്ട്. അവിടാണ് ട്വിസ്റ്റ് അല്ലെ? അലൂമിനിയം ഗാലിയം തമ്മിൽ എക്സെപ്ഷൻ ട്വിസ്റ്റ് ഉണ്ട്. ഓക്കെ, എന്താ സാറേ എക്സെപ്ഷൻ? ഈ ഗാലിയത്തിന്റെ പ്രത്യേകത, ഇത് ഏത് പീരീഡിലാണ്? ബോറോൺ സെക്കൻഡ് പീരീഡിലാണ്, അലൂമിനിയം തേർഡ് പീരീഡിലാണ്, ഗാലിയം ഫോർത്ത് പീരീഡിലാണ്. ഏത് വരുന്നത്? ഡി ബ്ലോക്ക് എലിമെന്റ് വരുന്നത് അല്ലേ? ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് 4th-ലാണ്, സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ് 5th-ലാണ്, പിന്നെ 6th, പിന്നെ 7th. ഇങ്ങനെയാണല്ലോ. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് 40 എലമെന്റ്സ് അല്ലേ ഡി ബ്ലോക്ക്. അപ്പോൾ ഡി ബ്ലോക്ക് വരുന്നുണ്ട്. ഡി ഇലക്ട്രോൺസ് ഉണ്ട്. ഡി ബ്ലോക്ക് എന്ന് വെച്ചാൽ ഡി ഇലക്ട്രോൺ ഉണ്ട് എന്നർത്ഥം അല്ലേ? ഡി ബ്ലോക്ക് കഴിഞ്ഞിട്ട് വരികയെന്ന് വെച്ചാൽ ഡി കോൺഫിഗറേഷൻ ഇന്നർ ഡി ഓർബിറ്റൽ ഉണ്ട് എന്നാ. ഇന്നർ ഡി ഓർബിറ്റൽ ഏറ്റവും ഷീൽഡിംഗ് എഫക്റ്റ് ആർക്കാ? എസിനാണ്, പിന്നെ പിക്കാണ്, പിന്നെ ഡിക്കാണ്, പിന്നെ എഫിനാണ്. ഡിയുടെ പ്രത്യേകത എന്താ? ഷീൽഡിംഗ് എഫക്റ്റ് കുറവാ. പുവർ ഷീൽഡിംഗ് എഫക്റ്റാ. ഷീൽഡിംഗ് എഫക്റ്റ് കുറയാന്ന് വെച്ചാൽ എന്താ? അട്രാക്ഷൻ കൂടുക. ഷീൽഡിംഗ് മറച്ചു വെക്കൽ കുറയും, അട്രാക്ഷൻ കൂടുമ്പോൾ സൈസ് കുറയും. ശരിക്കും ബോറോൺ കഴിഞ്ഞ്, പിന്നെ അലൂമിനിയം കഴിഞ്ഞ്, പിന്നെ ഗാലിയം കഴിഞ്ഞ്, പിന്നെ ഇൻഡിയം കഴിഞ്ഞ്, പിന്നെ താലിയമാണ് വേണ്ടിയത്. കാരണം ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ സൈസ് കൂടും. പക്ഷേ ഗാലിയം പിന്നോട്ട് വരും. അങ്ങനെ പറയേണ്ടത്, ഗാലിയം പിന്നോട്ട് വരും. എന്താ ഗാലിയത്തിന്റെ പ്രശ്നം? ഇന്നർ ഡി ഓർബിറ്റൽ ഉണ്ടായതുകൊണ്ട്, ഇന്നർ ഡി ഓർബിറ്റലിന് ഷീൽഡിംഗ് എഫക്റ്റ് കുറവായതുകൊണ്ട്, ഷീൽഡിംഗ് എഫക്റ്റ് കുറയാന്ന് വെച്ചാൽ മറച്ചുവെക്കൽ കുറയലാണ്. മറച്ചുവെക്കൽ കുറയാന്ന് വെച്ചാൽ നല്ല അട്രാക്ഷൻ ആയിരിക്കും ന്യൂക്ലിയസിന് അട്രാക്ഷൻ കൂടുമ്പോൾ സൈസ് റേഡിയസ് കുറയും. സോ ഗാലിയത്തിന് അലൂമിനിയത്തിനേക്കാൾ റേഡിയസ് കുറവാണ്. സോ ബോറോൺ കഴിഞ്ഞാൽ പിന്നെ വരിക ഗാലിയം കഴിഞ്ഞാൽ പിന്നെ അലൂമിനിയം വരും. അലൂമിനിയം കഴിഞ്ഞ് ഇനി ഇൻഡിയം വരും, പിന്നെ താലിയം വരും. സോ ഓപ്ഷൻ 4 ആയിരുന്നു കറക്റ്റ് ആൻസർ. ഓക്കെ, നല്ല കൺസെപ്റ്റ്, ആ പി ബ്ലോക്ക് നല്ല ക്വസ്റ്റ്യൻ അത് നോക്കാട്ടോ. യെസ്. ദെൻ നമ്മുടെ ഇന്നത്തെ സെഷനിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് ക്യാൻ ഗീവ് പോസിറ്റീവ് ഐഡോഫോൺ ടെസ്റ്റ് അല്ലെ? പ്രാക്ടിക്കൽ കെമിസ്ട്രിയിലും അല്ലെ അതുപോലെ ഓർഗാനിക്കിലും കണക്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് ഐഡോഫോൺ ടെസ്റ്റ്. നിങ്ങൾക്ക് അറിയാം ഐഡോഫോൺ ടെസ്റ്റിന് ഇവിടെ ഒരു ചെറിയൊരു OH ഉണ്ട്, അത് ശ്രദ്ധിക്കാം. CH3 CH2OH അല്ലെ? ഐഡോഫോൺ ടെസ്റ്റ് ഓൾ ഓഫ് ദിസ് ആൻസറിലുണ്ട്, ശ്രദ്ധിക്കണം. CH3 ഐഡോഫോൺ ടെസ്റ്റിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? CH3CO ഗ്രൂപ്പോ അല്ലെങ്കിൽ CH3CHOH ഗ്രൂപ്പ് ഉള്ളവര് മാത്രമാണ് എന്ത് തരിക? ഐഡോഫോൺ ടെസ്റ്റ് തരിക. CH3CO ഗ്രൂപ്പ് ഉള്ളവരോ CH3CHOH ഗ്രൂപ്പ് ഉള്ളവരോ ഐഡോഫോൺ ടെസ്റ്റ് തരും. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷന് CH3CHOH ഗ്രൂപ്പ് ഉണ്ട്, എത്തനോൾ ആണ്. CH3CHOH എന്ന് എഴുതാലോ. സോ ഐഡോഫോൺ ടെസ്റ്റ് തരും. CH3CO ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് ഐഡോഫോൺ ടെസ്റ്റ് തരും. CH3CHOH അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഉണ്ട്, അതുകൊണ്ട് ടെസ്റ്റ് തരും. സോ ഓൾ ഓഫ് ദീസ് ഉണ്ടെങ്കിൽ ഓൾ ഓഫ് ദീസ് ആയിരുന്നു കറക്റ്റ് ആൻസർ. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മുടെ 90 ക്വസ്റ്റ്യനും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾ നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് അനുകൂലമായിരിക്കുന്ന വരുന്ന നീറ്റ് എക്സാം അത്രയേ ഉള്ളൂ. നമ്മൾ അത്രയും വർക്ക് ചെയ്തതാണ്, കഷ്ടപ്പെട്ടതാണ്, ഹാർഡ് വർക്ക് ചെയ്തതാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ വളരെ കൂളായിട്ട് എക്സാം ഹാളിൽ പോവുക, വളരെ കൂളായിട്ട് എക്സാം എഴുതുക. നമുക്ക് അനുകൂലമായിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അടിപൊളിയാക്കാം കേട്ടോ. എന്തായാലും പിന്നീട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.